എന്ന സന്ദേശമാണ് SSF അതിലൂടെ കൈമാറിയത്. നിങ്ങൾ നോക്ക്, ടിപ്പു സുൽത്താൻ എന്ന് പറയുന്ന മുസ്ലിം ഭരണാധികാരി തന്റെ വിശ്വസ്തനായ മുസ്ലിമായി തന്റെ വിശ്വസ്തനായ മന്ത്രിയായി തെരഞ്ഞെടുത്തത് പൂർണ്ണയ്യ എന്ന അവിശ്വാസിയെയാണ്. സാമൂതിരി രാജാവ് തന്റെ രാഷ്ട്രാതിർത്തി കാക്കുന്ന സൈന്യാധിപന്മാരുടെ നായകന്മാരായി തെരഞ്ഞെടുത്ത കുഞ്ഞാലിമരക്കാറുമാരെയാണ്. സാമൂതിരി രാജാവിന്റെ രാഷ്ട്രാതിർത്തിയിൽ അധിനിവേശ സ്വപ്നങ്ങളുമായി കടന്നു വന്ന പോർച്ചുഗീസ് പടയാളികളുടെ കപ്പലിൽ ഇരച്ചുകയറി അവരോട് ധീരമായി പോരാടി സാമൂതിരി എന്ന് പറയുന്ന അമുസ്ലിം രാജാവിന്റെ രാഷ്ട്രാതിർത്തിയിൽ കാവൽ കടന്ന് പോരാടി വീരമൃത്യു വരിച്ച കുഞ്ഞാലിമരക്കാർക്ക് ഈ ഉമ്മത്ത് നൽകുന്ന നാമം ഷഹീദ് എന്നാണ്. ആ കുഞ്ഞാലിമരക്കാർക്ക് ഈ ഉമ്മത്ത് നൽകുന്ന പ്രാർത്ഥനാ വചനം റളിയല്ലാഹു അൻഹു എന്നാണ്. ഈ രാജ്യത്താണ് വഹാബികൾ ഇത് പറയുന്നത്. ഇവിടെയാണ് കാന്തപുരം ഉസ്താദ് അതിന്റെ വ്യക്തിത്വത്തിലൂടെ അവിടെ നിന്ന് സൃഷ്ടിച്ചെടുത്ത അനിതര സാധാരണമായ വ്യക്തിപ്രഭാവങ്ങളിലൂടെ ഈ പ്രസ്ഥാനം സമൂഹത്തിന്റെ മുന്നിൽ കാഴ്ചവെച്ച അതിന്റെ സ്നേഹസവർണമായ സൗകുമാര്യതയിലൂടെ വഹാബി പ്രസ്ഥാനത്തിന് ആശയപരമായ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് അവിടെയാണ്. അതുകൊണ്ട് കാന്തപുരം ഉസ്താദിന്റെ കർമ്മം ഇസ്ലാമായി തിരിച്ചറിയുകയും രാജ്യത്തെ മുസ്ലിമീങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. നിങ്ങൾ നോക്ക്, CPM-ന്റെ സെക്രട്ടറിയായ കോടിയേരി ബാലകൃഷ്ണൻ, ലീഗുകാരെ നിങ്ങൾ തെറ്റിപ്പോകരുത്, മൂപ്പര് മാർഗിസ്റ്റാരനായതുകൊണ്ടല്ല കേൾപ്പിക്കണേ. ഒരു അമുസ്ലിം സമൂഹത്തിൽ നിന്നുള്ള ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് കാന്തപുരം ഉസ്താദിൽ നിന്ന് മതത്തിന്റെ ഈ സൗകുമാര്യത സാക്ഷ്യപ്പെടുത്തുകയാണ് ശ്രീ കോടിയേരി. ഇത് കേരളത്തിന്റെ സാമൂഹ്യ പുരോഗതിക്ക് തന്നെ സഹായകമാകുന്ന ഒരു പ്രധാനപ്പെട്ട സംരംഭമായിട്ടാണ് മർക്കസിന്റെ പ്രവർത്തനത്തെ ഇന്നത്തെ സമൂഹം നോക്കിക്കാണുന്നത്. മതേതരത്തിന് വേണ്ടിയും മതസൗഹാർദ്ദത്തിന് വേണ്ടിയും സാമുദായിക മൈത്രിക്ക് വേണ്ടിയിട്ടുമുള്ള പതാക ഉയർത്തിപ്പിടിക്കുവാൻ മർക്കസിന് സാധിച്ചു എന്നതാണ് മർക്കസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് മർക്കസ് കൂട്ടണമെന്ന് മുജാഹിദീങ്ങൾ ഉറക്കെ പറയാനുള്ള കാരണം. മർക്കസ് ഈ രാജ്യത്തിന്റെ സെക്യുലറിസത്തെ മാനിക്കുന്നു, മതേതരത്വത്തെ മാനിക്കുന്നു, രാജ്യത്തിന്റെ ഭരണഘടനയെ ആദരിക്കുന്നു, ഈ രാജ്യത്തിന്റെ മാനുഷിക വിഭവങ്ങൾ വിഭാഗീയതയിലേക്കും വർഗീയതയിലേക്കും പോകരുത് എന്ന് ചിന്തിക്കുന്നു, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് കാന്തപുരം ഉസ്താദിന്റെ പ്രവർത്തനങ്ങൾ, ഒരു മുസ്ലിമിനെ പറ്റി അമുസ്ലിമിന് നല്ലത് പറയാൻ അവസരം കൊടുക്കരുത് എന്ന് മതത്തിന്റെ പേരിൽ പറയുന്ന മൗലവിമാരുടെ മുന്നിൽ അമുസ്ലിമീങ്ങളാലും മുസ്ലിമീങ്ങളാലും പ്രകീർത്തിക്കപ്പെടുന്ന വ്യക്തിത്വത്തിന്റെ ഉടമയായി കാന്തപുരം ഉസ്താദ് മാറുമ്പോ അള്ളാന്റെ ഹബീബിന്റെ മൗലൂദ് തന്നെ കാന്തപുരം ഉസ്താദ് സംഘടിപ്പിച്ചപ്പോ ദഹിക്കാത്ത കൂട്ടർക്ക് കാന്തപുരം ഉസ്താദിന്റെ മധുഹോ മൗലൂദോ ആരെങ്കിലും പറഞ്ഞാൽ ദഹിക്കാതിരിക്കാന്നുള്ളത് സ്വാഭാവികമല്ലേ? ആ സ്വാഭാവികമായ ചക്കുളത്തിപ്പോര് കേരളം വീണ്ടും ആവർത്തിച്ചു കാണുകയാണ്. നിങ്ങൾ നോക്ക്, നേരത്തെ രാവണപ്രഭു AP ഉസ്താദിനെ കുറിച്ച് മദ്ഹ് ചെയ്തതുപോലെ അദ്ദേഹം മദ്രസയിൽ പോകാത്തത് കൊണ്ട് മലയാളത്തിലാ ചൊല്ലിയത്. എന്നാൽ മുസ്ലിമീങ്ങളായ ആളുകൾ മലയാളത്തിലും അറബിയിലും ഒരുപാട് ചൊല്ലി. അച്ചൊല്ലിയ കൂട്ടത്തിൽ SSF-കാരും SYS-കാരും അല്ലാത്തവരുമുണ്ട്. എന്നാൽ ആരോടും തന്റെ മദ്ഹ് ചൊല്ലാനോ പറയാനോ കാന്തപുരം ഉസ്താദ് നിർദ്ദേശിക്കാറില്ല. മഹാനായ കാന്തപുരം ഉസ്താദിന്റെ വ്യക്തിത്വം എന്ന് പറയുന്നത്, അദ്ദേഹത്തെ ഒരാൾ അങ്ങേയറ്റം മദ്ഹ് ചെയ്താലും അദ്ദേഹത്തിന്റെ മുമ്പിൽ ഒരു നിറപുഞ്ചിരിയുണ്ട്. അദ്ദേഹത്തെ ഒരാൾ അങ്ങേയറ്റം ആക്ഷേപിച്ചാലും ആ ആക്ഷേപകന്റെ മുന്നിലും അതേ പുഞ്ചിരി അവിടുത്തെ മുഖഭാവങ്ങളിൽ വിടർന്നു നിൽക്കുന്നത് നമ്മൾ കാണാറുണ്ട്. മദ്ഹിനെയും ദമ്മിനെയും അടിമകളുടെ മധുവും ദമ്മും ഒരുപോലെ കണ്ട് അതിന്റെ മുന്നിൽ നിസ്സംഗതയോടെ തന്റെ ദൗത്യവുമായി അവിടുന്ന് മുന്നോട്ടു പോകുന്നു എന്നതുകൊണ്ട് തന്നെയാണ് കാന്തപുരം ഉസ്താദിന് ചുവട് വിളക്കാതിരുന്നത്. കാന്തപുരം ഉസ്താദ് ഈ പ്രബോധന വീര്യങ്ങളിൽ നിന്ന് പത്തിമടക്കി പിറകോട്ടു പോകാതിരുന്നത് മദ്ഹിനെയും ദമ്മിനെയും നിസ്സംഗമായി നിസ്സാരമായി അവിടുന്ന് തന്റെ പുറങ്കാല് കൊണ്ട് മാറ്റിവെച്ചതാണ്. എന്നാൽ വിനീതനായ എന്നെ സംബന്ധിച്ചിടത്തോളം കാന്തപുരം ഉസ്താദിന്റെ മദ്ഹ് എത്ര പറഞ്ഞാലും പൂതി തീരാത്ത ഒരാളാണ്, പറയാൻ നമുക്ക് കഴിയാറില്ല എന്ന് മാത്രം. അതേ സമയത്ത് ആരെങ്കിലും പറഞ്ഞാലോ അങ്ങേ അറ്റം കേൾക്കാനും ആസ്വദിക്കാനും മനസ്സുള്ള ആളാണ്. ഇതുപോലെ ഈ അടുത്ത കാലത്ത് കാന്തപുരം ഉസ്താദിനെ കുറിച്ച് ഏതോ ചില പ്രവർത്തകന്മാർ കാന്തപുരം ഉസ്താദിനെ കുറിച്ച് ഒരു മദ്ഹ് ചൊല്ലി. ആ മദ്ഹ് ചൊല്ലി ആളുകൾക്ക് ആരെക്കുറിച്ചും മദ്ഹ് ചെല്ലാം. ആ മദ്ഹിന്റെ ഒരു ചെറിയ ഭാഗം ഞാൻ കേൾപ്പിച്ചു തരാം. ൂറ് ചെങ്കി വിളങ്ങി തിളങ്ങിടുന്നൂറ് അഹ്ദവാൻ ഒരു പ്രസ്ഥാനത്തിന്റെ നയങ്ങളും നിലപാടുകളും വിശദീകരിക്കുന്നിടത്ത്
അല്ലെങ്കിൽ ഒരു സംഘടനയുടെ ആശയ പ്രചാരണ പ്രബോധന മേഖലകളിൽ ചർച്ചയ്ക്ക് വരേണ്ട വിഷയമല്ല ഇത്തരം പാട്ടും പെയ്ത്തും. അതൊക്കെ ആവശ്യക്കാർക്ക് പാടാം, ആവശ്യക്കാർക്ക് ആസ്വദിക്കാം, ആസ്വദിക്കാനും പാടാനും കഴിയാത്തവർക്ക് കഴിയുന്ന വേറെ പണികൾ ചെയ്യാം. അതൊക്കെ അതിന്റെ സ്വാഭാവികമായി പോകാം. നമ്മുടെ മുന്നിൽ ഈ പാട്ടല്ല വിഷയം. അതേ സമയത്ത് മുസ്ലിമീങ്ങളെ മഹാനായ ഹബീബിന്റെ മൗലിദിനെ പോലും നിസ്സങ്കോചം AP ഉസ്താദ് സംഘടിപ്പിച്ചതായി എന്നതിന്റെ പേരിൽ പരിഹസിച്ച് പഠിപ്പിക്കപ്പെട്ട ഒരു പ്രബോധക സംഘത്തിൽ നിന്ന് കാന്തപുരം ഉസ്താദിന്റെ ഗുണം പറയാൻ ഉൾക്കൊള്ളാനുള്ള മനസ്സ് പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് നമുക്കറിയാം. എന്നാൽ നമ്മൾ കാണുന്നത് ആരോ ചൊല്ലിയ ഒരു മദ്ഹിന്റെ പേരിൽ എവിടെയോ അന്നുണ്ടായിരുന്ന കാന്തപുരം ഉസ്താദിനെ ശൈത്താനുൽ ഉലമ എന്ന് പറയുന്ന ഒരു മുസ്ലിം പണ്ഡിതന്റെ പ്രബോധന ശൈലിയാണ് നമ്മുടെ വിഷയം. ഇവരുടെ മനഃശാസ്ത്രവും നയവുമാണ് ഞാൻ പറയുന്നത്. എന്തിന്റെ പേരിലാണ് ഈ മൗലുദ് പരാമർശിക്കപ്പെട്ട വ്യക്തി AP ഉസ്താദായി എന്നതിന്റെ പേരിൽ ഉസ്താദിനെ ശൈത്താനുൽ ഉലമ എന്ന് പറഞ്ഞത്? അതിനെ റഹ്മത്തുള്ള ഖാസിമി പറയുന്ന ന്യായം അത് ഹബീബിന്റെ മൗലിദിന്റെ ശൈലിയിലായി എന്നതാണ്. ആ മദ്ഹിനിടയിൽ ഹബീബിന്റെ പേരിലുള്ള സ്വലാത്തു ചൊല്ലി എന്നതാണ്. ഓക്കെ, ഞങ്ങൾ അംഗീകരിക്കുന്നു. അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരിൽ ചൊല്ലപ്പെടുന്ന മൗലിദിന്റെ രീതിയിൽ ഒരാളുടെയും മദ്ഹ് ചെയ്യാൻ പാടില്ല എന്ന മതനിയമമുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിൽക്കണം. ഒരാളുടെ മദ്ഹ് ചെല്ലുന്നതിനിടയ്ക്ക് അള്ളാന്റെ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചെല്ലാൻ പാടില്ല എന്നതാണ് മതവിധിയെങ്കിൽ നമ്മൾ മുസ്ലിമീങ്ങൾ അവിടെ നിൽക്കണം. അത് EK അബൂബക്കർ മുസ്ലിയാരുടെ പേരിലായാലും AP അബൂബക്കർ മുസ്ലിയാരുടെ പേരിലായാലും. എന്നാൽ നിങ്ങൾ നോക്ക്, AP ഉസ്താദിന്റെ പേരിൽ പാടിയ മദ്ഹിൽ ഹബീബിന്റെ മൗലുദിന്റെ ശൈലിയുണ്ട് എന്ന് പറഞ്ഞ് കാന്തപുരം ഉസ്താദിനെ ശൈത്താനാക്കിയ അപ്പണ്ഡിതൻ ആ മദ്ഹിനിടയിൽ അള്ളാന്റെ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട് എന്ന് പറഞ്ഞ് കാന്തപുരം ഉസ്താദിനെ ആക്ഷേപിച്ച ആ ഖാസിമി, അദ്ദേഹം ബഹുമാനിക്കുന്ന അദ്ദേഹത്തിന്റെ സംഘടനയിലെ തലയെടുപ്പുള്ള ചെറുശ്ശേരി ജനിതി മുസ്ലിയാരും കോഴിക്കോട് കാവിയും അടക്കമുള്ളവർ അവർ മഹാനായ EK അബൂബക്കർ മുസ്ലിയാരുടെ പേരിൽ മദ്ഹ് ചൊല്ലുകയാണ്. ആ മദ്ഹ് ചൊല്ലുമ്പോ അതിന്റെ രീതി എന്താ? മൗലൂദിന്റെ രീതിയാണ്. ആ മൗലൂദിന്റെ ഇടയിൽ ചെല്ലുന്നത് എന്താണ്? ഹബീബിന്റെ പേരിലുള്ള സ്വലാത്താണ്. ഇവിടെയും അത് ബാധകമല്ലേ? ഇവിടെയും EK അബൂബക്കർ മുസ്ലിയാരുടെ മദ്ഹ് ഹബീബിന്റെ പേരിൽ ഹബീബിന്റെ മൗലൂദിന്റെ ശൈലിയിൽ ചൊല്ലിയതിന്റെ പേരിൽ അതേ ശൈത്താനുൽ ഉലമ എന്ന് ഇതേ ഖാസിമി EKയും വിളിക്കണ്ടേ? എന്തുകൊണ്ട് വിളിക്കുന്നില്ല? അതൊരു മനഃശാസ്ത്രമാണ്. ആ മനഃശാസ്ത്രമാണ് നമ്മെ പ്രതിയോഗികളായി കാണാനും അവരെ സഖ്യകക്ഷിയാക്കാനും മുജാഹിദുകളെ പ്രേരിപ്പിക്കുന്നത്. നോക്കൂ നിങ്ങൾ, EK ഉസ്താദിന്റെ പേരിൽ ചേളാരി സമസ്തക്കാർ ചൊല്ലുന്ന മൗലൂദ്. പക്ഷേ AP ഉസ്താദിന്റെ മദ്ഹ് ചെല്ലിയ ചൊറുക്കുന്നതിനുണ്ടാവില്ല. അതിപ്പോ അത് മാത്രമല്ല, നമ്മൾ ബുർദലിട ചൊറുക്കുമ്പോ ചേളാരിക്കാർ ചെല്ലിയ ഉണ്ടാവില്ല. നമ്മൾ തുണിക്കുപ്പായ സ്ത്രീക്കിട്ടെടുക്കണ പോലത്തിൽ ഓല എടുക്കൂല. കാരണം നമ്മൾ എന്ത് ചെയ്താലും അതിന്റെ എതിരാകാനാണ് ഓല തോഫീക്ക്. അങ്ങനെയാണ് AP ഉസ്താദ് ഇസ്തിരിക്കിട്ട് നടന്ന ഓല് തുളിഞ്ഞതേ ഉള്ളൂ. എന്താ കാട്ടുക എന്നതുപോലെ നമ്മൾ എന്ത് നല്ലതൊക്കെ ചെയ്താലും ഓലത് കേടെടുത്തലാണ് പതിവ്. അതുകൊണ്ട് ഞാൻ EK ഉസ്താദിന്റെ മധു പോലെ ചെല്ലണുണ്ട്, നമ്മൾ ചെല്ലിയ ചൊറുക്കുണ്ടാവില്ല. അതിനിപ്പോ നമ്മളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല. ഞാൻ ആലോചിക്കുകയാണ്, മഹാനായ ശംസുൽ ഉലമ വഫാത്തിന്റെ സമയത്ത് ആഗ്രഹിച്ചതുപോലെ വഫാത്തിന്റെ മുമ്പ് സമസ്തയൊന്ന് പുനരേകീകരണം സംഭവിച്ചാണ് അവിടുന്ന് മരിച്ചതെങ്കിൽ ആ മുത്തിനെ എത്ര മട്ടത്തിൽ നമ്മൾ മദ്ഹ് ചെയ്യും. മാല നന്നായി, പക്ഷെ കിട്ടിയത് കുരങ്ങന്റെ കയ്യിലായി പോയില്ലേ, എന്തു ചെയ്യാൻ? അപ്പൊ സുഹൃത്തുക്കളെ, ഇവിടെ ശംസുൽ ഉലമയുടെ മൗദുഹ് ചൊല്ലിയത് ഹബീബിന്റെ മൗലുദിന്റെ ശൈലിയിലാണ്. അതിനിടയിൽ ചെല്ലുന്ന ജവാബ് യാ റബ്ബി സല്ലി അലൻ നബി മുഹമ്മദി എന്ന രീതിയിലും എന്ന സ്വലാത്തിലുമാണ്. ഇതേ AP ഉസ്താദിന്റെ മദ്ഹ് ചൊല്ലിയപ്പോൾ ഉണ്ടായിട്ടുള്ളൂ. അതിന്റെ പേരിൽ കേരളത്തിൽ ഒരു മൂലർക്ക് 2 ദിവസം ഉറക്കം നഷ്ടപ്പെട്ടു എന്നാണ് അയാൾ പറയുന്നത്. നമ്മെ തോഫീക്ക് നൽകട്ടെ. അതേ സമയത്ത് വേദനാജനകമായ പത്തിരിയൊക്കെ വരുത്തപ്പയി
വളരെ ഗൗരവത്തോടെ പറയാനുള്ളത് സുന്നികളാണെന്ന് പറഞ്ഞു നടക്കുന്ന ഒരു സംഘടന അങ്ങനെയൊന്നും ഒലോളിച്ചണ്ടപ്പയിന് അന്നൊലോളി ഏതാ നിങ്ങള് മുത്തുനബിന്റെ ഫാത്തിമാവിന്റെ തൃക്കല്യാണം പറയുമ്പോ മുത്തുനബിന്റെ വഫാത്ത് ആലോചിച്ച് കരയണ പരിപാടിയാ. അതിന്റെ ആവശ്യമൊന്നുമില്ല. അവിടെ കരയേണ്ട ഒരു കേസും ഇല്ലാന്ന് എല്ലാരെക്കാളും അറിയുന്ന ആള് കാസിമിയാണ്. കണ്ണിലൊരു തുള്ളി വള്ളല്ല, സൗണ്ടിൽ മാത്രമേ നോലോളിയുള്ളൂ. കേരളത്തിൽ സർവ്വകാലം അറിയപ്പെട്ട കുഴപ്പമെന്താണ്? യഥാർത്ഥ കാരണം മൂപ്പരിഞ്ഞു പറയുന്നതാണ്. മധുക ചൊല്ലിയത് മൗലൂദിന്റെ രീതിയിലായതുമല്ല, ഇടക്ക് സ്വലാത്തില്ലേതുമല്ല. ആണെങ്കിൽ ഈക്കന്റെ പേരിലാവുമ്പോൾ അത് തെറ്റാണ്ടതാണ്. ഇവിടെ നേരത്തെ ചൊല്ലിയത് മൂപ്പര് ബഹുമാനിച്ചൊരു മൂലേരിയാണ്. എന്നാൽ ഇപ്പൊ ചെല്ലണത് മൂപ്പർക്ക് പറ്റാത്ത ഒരാളെ പറ്റിയാണ്. ഇത്രയും കാലം നാട്ടുകാരുടെ ഇടയിൽ ഒരു മോശമാണ് AP ഉസ്താദിനെ ആക്കി തീർക്കാൻ ഇതിൽ നാക്കിട്ടടിച്ചിട്ട് ഇപ്പോഴും നാട്ടുകാർ മൂപ്പര മൗലൂദിന്റെ പിന്നാലെയാണ് എന്നുള്ളതാണ് അക്കരച്ചിലിന്റെയും ആ വേദനന്റെയും കാരണം. ഇസ്ലാമിൽ പരിചയമില്ലാത്ത വാദഗതികളും ദുർന്യായങ്ങളും പുലർത്തിയ മുസ്ലിം സമുദായം പരക്കെ മോശപ്പെട്ട ആളാണ്, അംഗീകരിക്കാൻ കൊള്ളൂല എന്ന് പറഞ്ഞിട്ടുള്ള ആരാണ് ആ പറഞ്ഞ മുസ്ലിം ലോകം? ഈ മുസ്ലിം ലോകം എന്ന് പറഞ്ഞ ചേളാരി ആലയത്തിലെ കിണറ്റിലുള്ളവര് മാത്രമാണോ? ഏതാണ് ഈ മുസ്ലിം ലോകം? ഞാൻ നേരത്തെ നിങ്ങളെ കേൾപ്പിച്ചത് ഹറമിലെ വിശ്രുത പണ്ഡിതനായ അലവി മാലിക്കിയുടെ അഭിപ്രായം. എന്റെ ലാപ്ടോപ്പിൽ അങ്ങനെയുള്ള നൂറുകണക്കായ ലോക മുസ്ലിം പണ്ഡിതന്മാരുടെ, കേരളീയ മുസ്ലിം പണ്ഡിതന്മാരുടെ, ഇന്ത്യൻ മുസ്ലിം നേതാക്കളുടെ, അമുസ്ലിമീങ്ങളായ നേതാക്കളുടെ നൂറുകണക്കിന് അഭിപ്രായങ്ങളുണ്ട്. അത് പറയാനുള്ള സമയമല്ല, വേറെ ചിലത് പറയാനുള്ളത് കൊണ്ടാ ഞാൻ അതിലേക്ക് പോകാത്തത്. ഏതാണ് ഈ മുസ്ലിം ലോകം? ബുദ്ധിയുള്ള ബോധമുള്ള ആളുകൾക്ക് എന്നും മനസ്സിലായിട്ടുള്ള ഒരു വ്യക്തിയെ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലൂദിന്റെ ശൈലിയിൽ മൗലൂദ് ഉണ്ടാക്കിയത് കണ്ട് ഞാൻ എന്റെ ബേജാറായി പറഞ്ഞിട്ടുണ്ട്. എത്താ പൈനപ്പ ഈക്കന്റെ മൗലൂദ് ഓതിയിട്ട് മൂപ്പർക്ക് ബേജാറുണ്ടായില്ല. AP ഉസ്താദിന്റെ പേരിലായപ്പോ മൂപ്പർക്ക് ബേജാറ്. അന്ന് നിങ്ങളെ ബേജാറ് പെട്ടെന്ന് തീർച്ചയല്ലേ. ഇന്നലെ നിന്നാലും ശരിക്കും ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. എന്തിനാ ഈ ഇടങ്ങ്? ഞമ്മക്ക് ഉങ്ങൾക്കൊക്കെ രണ്ടൂട്ടരെയും നേതാക്കളെ മതിൽ കേൾക്കുമ്പോ ഉറങ്ങണ മനസ്സുള്ളതേ. ഞമ്മൾ നോക്കി നിങ്ങൾ EK അബൂബക്കർ മുസ്ലിയാർ ആ മൗലൂദ് ഞാൻ ഒന്നും കേട്ടു, ഞാൻ ഒന്നും പോലെ ഉറങ്ങും. ഒരു പ്രശ്നം ഞമ്മക്കില്ലല്ലോ. എന്തേ കാരണം? ഞമ്മക്ക് EK അബൂബക്കർ മുസ്ലിയാരോട് പ്രത്യേകിച്ച് കെട്ടിക്കാരും തീർത്ത കേസൊന്നുമില്ല, അല്ലെങ്കിൽ ഒരു വേലി തർക്കണ്ടായ പ്രശ്നമൊന്നുമില്ല. ഞമ്മളെ കൽബ് ക്ലിയറാ. എന്നാൽ അപ്പുറത്തുള്ളവർക്ക് AP ഉസ്താദിന്റെ കുണം കേൾക്കുമ്പോ ഈ ഉറക്കം പോവുകയാണ്. അള്ളാഹു നിങ്ങൾക്ക് നല്ല ഉറക്ക് തരട്ടെ. ഞാനാണത് കണ്ട് ഉടനെ ഞാൻ കയ്യിൽ വെച്ച് വിളിച്ചു കുറച്ച് നമ്പൂരാണ്. എങ്ങനെയുണ്ട് ചക്കിക്കൊത്ത ശങ്കരനെ വിളിച്ചത്? ഇയാൾക്ക് ഉറക്ക് 4 ദിവസം കൂടി പോകുകയല്ലേ ചെയ്യുള്ളൂ അല്ലേ? ഇത് കേട്ട മൂപ്പര് വിളിച്ചേണ്ടതാരാ? അമ്പലക്കളവിനെ. പിന്നെ ഒരാഴ്ചത്തെ ഉറക്ക് പോകൂലേ? നമ്മളോടൊക്കെ എന്താ ഇതിന്റെ കഥ എന്ന് ചോദിച്ചാൽ നല്ലവർക്ക് പറഞ്ഞു കൊടുക്കും. നമ്മൾ ഒന്നും കൂടി മൂപ്പര് അടുത്തുള്ള ആളാണ്. അതേ സമയത്ത് അങ്ങോട്ട് അമ്പലക്കടവിന്റെ അടുത്തേക്ക് പോയാൽ പിന്നെ നന്നാവൂലെന്ന് ഉറപ്പാ. ഉറക്കം പോകുകയല്ലാതെ ഒരു മാർഗമല്ല കാസിമി. പറ്റിപ്പോയി. مولانا مولى العالم سلطان العلماء. എന്താ ഇതിന്റെ ചൊർക്ക് നോക്കിങ്ങളെ? എനിക്ക് വേദന ഉണ്ടായത് എന്താ നിങ്ങള്? ഇവര് കൊണ്ടടക്കണ EK ഉസ്താദിന്റെ മൗലൂദ് ഇത്ര ചൊർക്കിൽ ചെല്ല ഈ ചെങ്ങായിമാർക്ക് തോഫീക്കുണ്ടായില്ലല്ലോ. ഓർക്ക് പറ്റാത്ത മൂല്യരം അത് കാണല്ലേ. ഇതാണ് ഞങ്ങളെ നേതാവിന്റെ കറാമത്ത്. നിങ്ങൾ എറിയുന്നതും ഞങ്ങൾക്ക് മുതൽക്കൂട്ടാണ്, നിങ്ങൾ ചെയ്യുന്നതും ഞങ്ങൾക്ക് സംഭാവനയാണ്. നിങ്ങളൊന്ന് ആലോചിച്ചോ, എത്ര ചൊർക്കിലാ അച്ചൊർക്കിലാ ഈക്കന്റെ ചെല്ലിക്കൂടെ എനിക്ക് ചെങ്ങായിമാർക്ക്. അപ്പോ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്നാൽ ഞങ്ങളൊന്ന് പറയട്ടെ, അതെ, ഇവിടെയാണ് നമ്മുടെ വിഷയം. മൗലൂദോ പാട്ടോ ബെയ്ത്തോ അല്ല നമ്മുടെ വിഷയം. ആരോ ചൊല്ലിയ ഒരു മദ്ഹിന്റെ പേരിൽ മതപരമായി ആധികാരികമായി അതിനെക്കുറിച്ച് പറയാനുള്ളത് ഒരാൾക്ക് പറയാം. ചോദിക്കട്ടെ കാസിമി, മഹാനായ കാന്തപുരം ഉസ്താദിന്റെ നയങ്ങളെ നിങ്ങൾക്ക് വിമർശിക്കാം, നിലപാടുകളെ നിങ്ങൾക്ക് വിമർശിക്കാം, ഇടപാടുകളെ നിങ്ങൾക്ക് വിമർശിക്കാം. പക്ഷേ കാന്തപുരം ഉസ്താദിനെ സംബന്ധിച്ച് മാക്സിമം നിങ്ങൾക്ക് വിളിക്കാൻ ഈ മതം അനുവദിച്ചു നൽകിയ പേരെന്താണ്? മാക്സിമം നിങ്ങൾക്ക് AP അബൂബക്കർ എന്ന് വിളിക്കാം. അതിനപ്പുറത്ത് കാന്തപുരം ഉസ്താദിനെ ശൈത്താൻ എന്ന് വിളിക്കാൻ നിങ്ങൾക്ക് മതം അനുമതി തരുന്നുണ്ടോ? ഖുർആൻ അനുമതി നൽകുന്നുണ്ടോ?
ഇസ്ലാം അനുമതി നൽകുന്നുണ്ടോ? എന്നാൽ ഞങ്ങളെ വേദന എന്താണെന്നറിയുമോ? ഞങ്ങൾക്ക് ഈ കൈയുടെ മത് കേട്ടതിന്റെ പേരിൽ ഉറക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. ഞങ്ങൾക്ക് കാന്തപുരം ഉസ്താദിന്റെ മത് കേട്ടാലും ഉറക്ക് നഷ്ടപ്പെടാറില്ല. പക്ഷേ ഈ ഉമ്മത്തിന്റെ ഉറക്കം നഷ്ടപ്പെടുത്തിയ ചില മൗലൂദുകളുണ്ട്. ഈ ഉമ്മത്തിന്റെ ഉറക്കം നഷ്ടപ്പെടുത്തിയ ചില വേദനകളുണ്ട്. ഈ ഉമ്മത്തിന്റെ ഉറക്കം നഷ്ടപ്പെടുത്തിയ ചില പ്രവൃത്തികളുണ്ട്. അതാര് ചെയ്തതാണെന്നറിയാമോ? തലപ്പാവ് ധരിച്ച് PK ബഷീർ എന്ന വഹാബിക്ക് സുന്നികളെ തെറി പറയാൻ ഫാസിയോതി കൊടുത്തതാരിനെ അറിയോ നിങ്ങൾക്ക് ഞങ്ങളെ വേദന എന്താണെന്ന്? ഇതുപോലെയുള്ള കാശ്മീരെ പോലെയുള്ളവരുടെ ഖുർആൻ പ്രഭാഷണം കേട്ട മുസ്ലിം ചെറുപ്പക്കാർ, നിങ്ങളുടെ കൂടെ തെരുവുകളിൽ നിങ്ങൾക്ക് തുള്ളിത്തരുന്ന ചെറുപ്പക്കാർ, ഈ രാജ്യത്തിന്റെ തെരുവുകളിൽ രാഷ്ട്രീയ അതിപ്രസരത്തിന്റെ പേരിൽ ഇലക്ഷൻ സെന്റുകളിലെ ജയപരാജയങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഈ രാജ്യത്തിന്റെ തെരുവുകളിലേക്ക് ആഭാസകരമായി ഇറങ്ങിത്തിരിച്ച് അവർ ചൊല്ലിയ ചില മൗലിദുകളുണ്ട്. മഹാന്മാരായ ഇമാമുമാർ, ആ ഇമാമുമാരുടെ പരിശുദ്ധമായ കൈത്തലങ്ങളെ കൊണ്ട് കോർത്തിണക്കപ്പെട്ട ഹബീബിന്റെ പ്രകീർത്തന പദങ്ങള് മൗലിദിന്റെ കിതാബുകളിൽ നിന്ന് അങ്ങനെ തന്നെ അടർത്തിയെടുത്തിട്ട് ആ അടർത്തിയെടുത്ത മൗലൂദിന്റെ പരിശുദ്ധ പദങ്ങളിലേക്ക് നായ പോലെയുള്ള വാക്കുകളെ ചേർത്തി വെച്ച് രാഷ്ട്രീയ പ്രതിയോഗികളെ തെറി പറയാനും തോന്നിവാസം പറയാനും ആഭാസം പറയാനും അശ്ലീല ചുവയുള്ളത് പറയാനും മഹാന്മാരുടെ പരിശുദ്ധ കൈകളെ കൊണ്ട് എഴുതി വെച്ച മൗലിദിന്റെ പദങ്ങളെ തന്നെ കടമെടുത്ത് അതിലേക്ക് തോന്നിവാസം ചേർത്തി വെച്ച് ഈ തെരുവിൽ തുള്ളിയ ചെറുപ്പക്കാർ അവർ ചൊല്ലിയ ചില വൃത്തികെട്ട മൗലൂദുകൾ, അതും മഹാന്മാരുടെ മൗലിദിന്റെ കിതാബുകളിലെ പദങ്ങൾ അങ്ങനെ തന്നെ അടർത്തിയെടുത്ത് ചൊല്ലിയത് കേട്ടിരുന്നോ കാസിമി? നിങ്ങളെ ഉറക്കം നഷ്ടപ്പെട്ടിരുന്നോ കാസിമി? നിങ്ങൾ ഉപദേശിച്ചിരുന്നോ കാസിമി? ഈ ചെറുപ്പക്കാരെ നന്നാക്കാൻ വല്ലതും നിങ്ങൾ നാക്കിട്ടടിച്ചിരുന്നോ? ആർക്ക് വേണ്ടിയാ നിങ്ങൾ കുഴലൂതുന്നത്? ആർക്ക് വേണ്ടിയാ നിങ്ങൾ ഒച്ച വെക്കുന്നത്? ഇനിയും മരണത്തെക്കുറിച്ച് ചിന്തിച്ചുകൂടെ? ആ മുസ്ലിം ചെറുപ്പക്കാർ യൂത്ത് ലീഗുകാരന്റെയും റഹ്മത്തുള്ള കാസിമിന്റെ ഒക്കെ വാലും ദീനും കേട്ടിട്ട് അങ്ങാടിയിൽ വന്ന് ചൊല്ലണം മൗലൂദ് കേട്ടോളി. ഞങ്ങളെ ഉറക്കം നഷ്ടപ്പെട്ടത് അവിടെയാണ്, ഞങ്ങളെ കണ്ണിൽ നിന്ന് വെള്ളമൊലിച്ചത് അവിടെയാണ്, ഞങ്ങളെ മനസ്സിൽ വേദനയുണ്ടായത് അപ്പോഴാണ്. മുസ്ലിം ലീഗിന്റെ വേദിയിൽ ദാരിമി വിളിച്ച ഇലാഹത്തി ഹബീബിന്റെ ജാരത്തേക്കാ അതിനാമിയും പറഞ്ഞ കുട്ടികളെ രാഷ്ട്രീയ എതിരാളികളെ പോത്താക്കാൻ വിളിച്ചത് ഇലാഹത്തി ഹംക്കെന്നാണ്. കരയണ്ടേ കാസിമി? നിങ്ങൾക്ക് എന്തുകൊണ്ട് അവിടെ കണ്ണുനീര് തുടക്കേണ്ടി വരുന്നില്ല? എന്തുകൊണ്ട് വേദന വരുന്നില്ല? നിങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നത് ഏതൊരു പ്രബോധനമാണ്? കക്കൂസൻ സഖാബ് TK ഹംസ മുള്ളംപാറയി ലഹനത്തും മുസീബത്തും വണ്ടിമ്പലിൻ ഇല്ല ഹംസന മുത്തനജിസൻ മുസീബത്തുൻ കബീറൻ പിണറായി വസുമ്മ രാമൻ പിള്ള പോലനായി വസുമ്മ ഹൈവാനുൻ കബീറൻ അബ്ദുൽ നാസർ മൈദനി കോയമ്പത്തൂർക്ക് ഓന്റെ ഓളം സിപായും കത്ത് കുളമായി അരിവാളും വായി പോയി തറവാടും കണ്ണൂരും പോയി. സുഹൃത്തുക്കളെ, ഇത് കേട്ടിട്ട് കരയാത്ത, ഇത് കേട്ടിട്ട് വേദനിക്കാത്ത, ഇത് കേട്ടിട്ട് ഉറക്കം നഷ്ടപ്പെടാത്ത നിങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന ഏതൊരു പ്രത്യാശാസ്ത്രത്തെയാണ്. എന്നാൽ ഞങ്ങളൊരു കാര്യം പറയട്ടെ, നിങ്ങൾ തെരുവിലെത്ര ഒച്ച വെച്ചാലും, നിങ്ങളെത്ര അലമുറയിട്ടാലും, നിങ്ങളെത്ര അവഹേളിച്ചാലും, നിങ്ങളെത്ര ആക്ഷേപിച്ചാലും, ഞങ്ങളെ ജീവന തുല്യം ഞങ്ങൾ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളെ ആത്മീയ നേതാക്കളുണ്ട്, ഞങ്ങളെ ആദരണീയരായ ഗുരുവര്യന്മാരുണ്ട്, ഈ ഉമ്മത്തിന് നിഷ്കളങ്കമായി സദാചാരത്തിലേക്ക് വഴി നടത്തിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം ഉമ്മത്തിന്റെ നവോത്ഥാന നായകരുണ്ട്. ആ നേതാക്കൾക്ക് ചുക്കാൻ പിടിക്കുന്ന സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദിനെ നിങ്ങളെത്ര തെറി പറഞ്ഞാലും, നിങ്ങളെത്ര ആക്ഷേപിച്ചാലും അവഹേളിച്ചാലും, ഞങ്ങളെ കൊക്കിൽ ജീവനുള്ള കാലത്തോളം ആ വ്യക്തിത്വത്തെ താറടിക്കാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് വിനയത്തോടെ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്.
ഞങ്ങൾക്ക് ജീവൻ പോകേണ്ടി വന്നാലും, ഞങ്ങൾ ഒറ്റപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞാലും, ഞങ്ങൾ അവഹേളിക്കപ്പെട്ട് കഴിഞ്ഞാലും, ഞങ്ങളെ ആത്മാഭിമാനമായി ഞങ്ങൾ അടയാളപ്പെടുത്തിയ സുൽത്താനുൽ ഉലമാ കാന്തപുരം എത്തിയ അബൂബക്കർ മുസ്ലിയാർ, നിങ്ങളുടെ തെറിവാചകങ്ങളെ കൊണ്ട് മുസ്ലിം മാനസങ്ങളിൽ നിന്ന് തട്ടുടക്കാമെന്നാണ് നിങ്ങളുടെ വ്യാമോഹമെങ്കിൽ സംശയിക്കേണ്ടതില്ല, നിങ്ങൾ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. അതേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. പക്ഷേ സുഹൃത്തുക്കളെ, എങ്ങനെയാണ് സുന്നികൾ ഇങ്ങനെ പോരടിക്കാൻ തുടങ്ങിയത്? ഇവിടെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത്. ഈ ഒരു ദുരന്തം മുസ്ലിമീങ്ങളിൽ കൊണ്ടുവന്നത് ആശയ പ്രതിരോധത്തിലൂടെ, ആദർശ പ്രതിരോധത്തിലൂടെ വഹാബിവൽക്കരണത്തിന്റെ എല്ലാ പഴുതുകളും പണ്ഡിതന്മാർ അടച്ചു. അങ്ങനെ പണ്ഡിതന്മാരുടെ പ്രതിരോധം ഉണ്ടാകുമ്പോഴെല്ലാം സുഹൃത്തുക്കളെ, എങ്ങനെയാണ് വഹാബികൾ കേരളത്തിൽ പിടിച്ചു നിൽക്കാറുള്ളത് എന്ന് നിങ്ങൾക്കറിയുമോ? അത് മുസ്ലിം ലീഗിന്റെ പെണ്ണ നിരങ്ങിയിട്ടാണ്. യഥാർത്ഥത്തിൽ ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ കേരളത്തിൽ കൊണ്ടുവന്നതാരാണ്? ഖായിദ മില്ലത്തിനെ പോലെയുള്ളവർ നല്ല സതുദ്ദേശത്തിലൂടെയാണ് അത് പടുത്തുയർത്തപ്പെട്ടതെങ്കിലും കേരളത്തിൽ അതിനെ കുടിയിരുത്തിയ ആളുകൾ മുജാഹിദ് മൗലവിമാരാണ്. ആ മുജാഹിദ് മൗലവിമാർക്ക് അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? മഹാരഥന്മാരായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിതന്മാർ തുർക്കുൽ മുവാലാത്തിന്റെ പേരിൽ മുജാഹിദ് മൗലവിമാരെ മതപരമായി ബഹിഷ്കരിക്കണമെന്ന് ആഹ്വാനം ചെയ്തപ്പോൾ ആ ബഹിഷ്കരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗ്ഗമേ ഉള്ളൂ. മതത്തിന്റെ പേരിൽ മുസ്ലിമീങ്ങളിലേക്ക് ചെന്നാൽ ഈ ഉമ്മത്ത് തിരിഞ്ഞു നോക്കൂല എന്ന് മനസ്സിലാക്കി മുസ്ലിം സമുദായത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ ശക്തിപ്പെടുത്താൻ എന്ന വ്യാജേനെ KM മൗലവിയെ പോലെയുള്ളവർ മുസ്ലിം ലീഗ് പ്രസ്ഥാനവുമായി കേരളത്തിലേക്ക് വന്നു. അവർക്കറിയാം കേരളത്തിൽ മുസ്ലിം ലീഗ് മുജാഹിദ് മൗലവിമാരുടെ ഊരമ്പല് നിലനിൽക്കൂല. കാരണം ആ മൗലവിമാർ സമുദായത്തിന്റെ വിശ്വാസം നഷ്ടപ്പെട്ടവരാണ്. അതിനുവേണ്ടി അന്ന് കോഴിക്കോട്ടെ ഏറ്റവും വലിയ വ്യാപാരിയായിരുന്ന മുസ്ലിം ഉമ്മത്തിലെ ഉമറാക്കളിൽ പ്രധാനിയായ പാണക്കാട് ബാഫത്ത് തങ്ങളെ മുജാഹിദുകൾ മുസ്ലിം ലീഗിന്റെ അമരത്തിരുത്തി. അതുകൊണ്ട് മുജാഹിദുകൾ ഉദ്ദേശിച്ച അജണ്ട വേറെയാണ്. മുസ്ലിം ലീഗിന്റെ ചരിത്രം വിശദീകരിച്ചുകൊണ്ട് മുസ്തഫ തൻവീർ എന്ന് പറയുന്ന മുജാഹിദ് മൗലവി അത് വിശദീകരിക്കുന്നുണ്ട്. മുസ്ലിം ലീഗിന്റെ ചരിത്രം യഥാവിധി വായിക്കാത്ത ബഹുമാനരായ ചില സഹോദരങ്ങൾ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തകർ, അവർ KM മൗലവിയെ അപഹസിക്കുന്നത് കാണുമ്പോൾ, KM മൗലവിയെ ചീത്ത പറയുന്നത് കാണുമ്പോൾ എനിക്ക് പലപ്പോഴും അത്ഭുതം തോന്നാറുണ്ട്. നിങ്ങൾ ഒരു അത്ഭുതം തോന്നണ്ട. KM മൗലവി ഉമ്മത്തിൽ ഇടുക്കാചരക്കാണ്. അയാള് മുസ്ലിം ലീഗിലുണ്ട് വിചാരിച്ച് ഈ ഉമ്മത്തിൽ മുസാഫിന്റെ നറുക്കുണ്ടാക്കണമെന്നാ. ഞങ്ങൾക്ക് KM മൗലവിയും PK ബഷീറൊക്കെ വഹാബികൾ തന്നെയാണ്. വഹാബി തന്നെയാണ്. നിങ്ങൾ എവിടെ കൊണ്ടുപോയി വെച്ചാലും അല്ലേ? ബിരിയാണി വളമ്പിയത് ക്ലോസറ്റിലേക്ക് കാര്യമുണ്ടോ? ബിരിയാണി എന്നായിട്ട് കാര്യമുണ്ടോ? അപ്പൊ സഹോദരന്മാരെ, വക്കം മൗലവിയെ ഞങ്ങൾ മുജാഹിദായിട്ടേ കാണുള്ളൂ. അതിന് നിങ്ങളെ അജബാകൊന്നും വേണ്ട. അറിയുമോ, കേരള മുസ്ലിം ലീഗ് മലബാർ ജില്ലാ മുസ്ലിം ലീഗായി 1948 രൂപീകരിക്കപ്പെടുന്ന സമയത്ത് ആ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി KMCD സാഹിബ് എന്ന് പറയുന്ന ഇസ്ലാമി പ്രസ്ഥാനത്തിന്റെ നേതാവായിരുന്നു. ആ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി എന്ന് പറയുന്നത് KNMന്റെ സ്ഥാപക ജനറൽ സെക്രട്ടറിയായ MD അബ്ദുൽസലാം മൗലവിയായിരുന്നു. ആ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത് ഈ KM മൗലവിയായിരുന്നു. ഇവർ 3 പേരുമാണ് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ എന്ന അന്നത്തെ കോഴിക്കോട്ടെ വ്യാപാര രംഗത്ത് പ്രസിദ്ധനായിരുന്ന ഒരു നേതാവിനെ കണ്ടെത്തുകയും അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളെ മുസ്ലിം ലീഗിന്റെ തലപ്പത്തേക്ക് കൊണ്ടുവന്നാൽ മുസ്ലിം സാമാന്യം, മുസ്ലിം ബഹുജനങ്ങൾ ഈ പാർട്ടിയിലേക്ക് ആകർഷിക്കപ്പെടുമെന്ന് മനസ്സിലാക്കുകയും സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളെ പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് നിയോഗിക്കുകയും ചെയ്യുന്നത്. എങ്ങനെ? വക്കം മൗലവിയും CD വക്കീലും മുസ്ലിം ലീഗിന്റെ കൊടിയും പിടിച്ച് നടന്ന നാട്ടുകാർ തിരിഞ്ഞോക്കൂല എന്ന് മനസ്സിലാക്കിയിട്ട് മുസ്ലിങ്ങളെ ആദരിക്കുന്ന ബാഫക്കി തങ്ങളെ ഇതിന്റെ മുമ്പിൽ വെക്കാമെന്ന് മുജാഹിദുകൾ തീരുമാനിച്ചു. എന്നാലേ ഈ ഉമ്മത്ത് തിരിഞ്ഞോക്കുള്ളൂ. യഥാർത്ഥത്തിൽ ബാഫക്കി തങ്ങൾ മുസ്ലിം ഉമ്മത്തിലെ ഉമറാക്കളിൽ പ്രധാനിയ മുഷാവറയിലെ അല്ലെങ്കിൽ കിതാബോധി പഠിച്ച് അങ്ങേയറ്റം പത്ത് കൊടുക്കുന്ന ഒരു പണ്ഡിതനല്ല. അതുകൊണ്ട് സമുദായ സ്നേഹിയായ ആദരണീയനായ ബാഫക്കി തങ്ങളുടെ നിഷ്കളങ്കതയെ ദുരുപയോഗം ചെയ്ത് സമുദായ സ്നേഹവും സാക്ഷീകരണവും ചിന്തിക്കുന്ന ബാഫക്കി തങ്ങളെ സാമുദായിക നേട്ടങ്ങൾ പറഞ്ഞ് മൗലവിമാർ ലീഗിന്റെ അമരത്തിരുത്തി. അങ്ങനെ ഇരുത്തിയതിന്റെ പിന്നിൽ മുജാഹിദുകൾക്കുള്ള ലക്ഷ്യം എന്താ? തുർക്കുൽ മുവാലാത്തിന്റെ പേരിൽ വഹാബികളോട് സലാം പറയാനോ മയ്യത്തുസ്കരിക്കാനോ അടക്കമുള്ള മതപരമായ കാര്യങ്ങൾ പാടില്ലെന്ന്
ഒന്നിച്ച് പിളർപ്പിന്റെ മുമ്പ് സമസ്ത സ്ഥാപിതകാലം മുതൽ കൊടുത്ത ഫത്വയെ പൊളിക്കാനാണ്. EK അബൂബക്കർ മുസ്ലിയാർ മുശാവറയുടെ പേരിൽ മുജാഹിദിന്റെ കൂടെ ഇരിക്കരുത് എന്ന് പറയാം. എന്നാൽ ഇപ്പുറത്ത് രാഷ്ട്രീയത്തിന്റെ പേരിൽ ബാഫഖി തങ്ങളുടെ കൂടെ ഇരിക്കാൻ മുജാഹിദീങ്ങൾക്ക് അവസരം കിട്ടിയാൽ ഉലമാക്കൾ കൊടുത്ത ഫത്വയുടെ ഒളു മുസ്ലിം ലീഗിന്റെ വേദിയിലൂടെ ഇല്ലാതെയാക്കാമെന്ന് ചിന്തിച്ചു. അതിൽ മുജാഹിദുകൾ ഏറെക്കുറെ വിജയിച്ചു എന്ന് മാത്രമല്ല, ബാഫഖി തങ്ങളുടെ നിഷ്കളങ്കതയെ ദുരുപയോഗം ചെയ്ത് മുസ്ലിം ലീഗിന്റെ നേതൃസ്ഥാനത്ത് ഇരുത്തി എന്നതൊഴിച്ചാൽ ലീഗിന്റെ മുഴുവൻ അധികാരങ്ങളും കൈയാളിയത് മുജാഹിദ് മൗലവിമാരാണ്. അങ്ങനെയാണ് മുസ്ലിം ലീഗിന് അധികാരമുള്ള കാലങ്ങളിലെല്ലാം മുസ്ലിമീങ്ങൾക്ക് സുന്നിപ്പള്ളികൾ നഷ്ടപ്പെട്ടത്. കോഴിക്കോട് അങ്ങാടിയിൽ മാത്രം ധാരാളം സുന്നികളുടെ വഖഫ് പള്ളികൾ വഹാബിവൽക്കരിക്കപ്പെട്ടു. എന്റെ സുന്നികൾ തങ്ങന്മാരെ കണ്ട് വോട്ട് ചെയ്തു. വോട്ട് നേടി അധികാരത്തിലെത്തിയപ്പോൾ മൗലവിമാർ രംഗം കൈയടക്കി മുസ്ലിമീങ്ങൾക്കിടയിൽ വഹാബിവൽക്കരണത്തിന് ശ്രമിച്ചു. പള്ളി തട്ടിയെടുത്തതും വഖഫ് ബോർഡ് കൈയടക്കിയതും സുന്നിപ്പള്ളികൾ കയ്യിലാക്കിയതും പാഠപുസ്തകങ്ങൾ അറബിയിൽ വഹാബിവൽക്കരണം നടത്തിയതൊക്കെയായി വിശദമായ കഥകൾ പലവരും നമ്മൾ പറഞ്ഞത് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇവിടെ ഇതൊരു ചതിയാണ്. സമസ്തയെടുത്ത തർക്കുൽ മുവാലാത്തിനെ പൊളിക്കാൻ ബാഫഖി തങ്ങളെന്ന മഹാനായ ഒരു സയ്യിദിന്റെ നിഷ്കളങ്കതയെ ദുരുപയോഗം ചെയ്യപ്പെടുത്തി ആ സയ്യിദിന്റെ സമുദായ സ്നേഹത്തെ വഹാബിവൽക്കരണത്തിന് പരീക്ഷിക്കാൻ ശ്രമിച്ചു വഹാബികൾ. അതിനെതിരെയാണ് ആ ബാഫഖി തങ്ങളെ മുശാവറയിൽ കൊണ്ടുവന്ന് സമസ്തയുടെ കൂടെ ചേർത്തു നിർത്തി മഹാനായ EK അബൂബക്കർ മുസ്ലിയാർ കൊണ്ടോട്ടിയിലെ സീതിയാജിക്കെതിരെ പ്രസംഗിക്കാൻ പോയത്. അതും കഴിഞ്ഞ് മുസ്ലിം ലീഗിനെതിരെ കോൺഗ്രസ് സ്റ്റേജിൽ പരസ്യമായി വോട്ട് ചോദിക്കാൻ പോയത്. ഇവിടെ പണ്ഡിതന്മാരുടെ ഇടപെടൽ ഏത് കാലത്തും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ നോക്കൂ നിങ്ങൾ, ഇന്നും നമ്മൾ കാണുന്നത് എന്താ? യഥാർത്ഥത്തിൽ IS ഭീകരവാദികൾ ലോകത്ത് മുസ്ലിമീങ്ങളെ കൊല്ലാൻ പറഞ്ഞ ന്യായം മുസ്ലിമീങ്ങൾ കാഫിറാണെന്ന അവരെ കാഫിറാക്കാൻ വഹാബികൾ ലോകത്തുയർത്തിക്കൊണ്ടുവന്ന ഒരു ക്യാമ്പയിൻ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്നതാണ്. ആ പ്രാർത്ഥന അള്ളാഹിനോട് മാത്രം എന്നത് ഇസ്ലാമിന്റെ യഥാർത്ഥ തൗഹീദാണ്. ആ തൗഹീദിനെ വളച്ചൊടിച്ചുകൊണ്ടാണ് സുഹൃത്തുക്കളെ മുജാഹിദ് IS ഭീകരവാദികൾ മഖ്ബറയിലേക്ക് പോകുന്ന മുസ്ലിമീങ്ങൾ കാഫിറാണ് എന്ന് വിധിക്കാൻ ഈ ക്യാമ്പയിൻ ദുരുപയോഗം ചെയ്തത്. അത് തന്നെയല്ലേ കേരളത്തിലെ വഹാബികളും ചെയ്തത്? മഖ്ബറയിലേക്ക് പോകുന്ന മുസ്ലിമീങ്ങളെ കൊല്ലണം എന്ന് ലേഖനം എഴുതിയ NV ഇബ്രാഹിം മാസ്റ്റർ അതിന് കണ്ട ന്യായം നമ്മൾ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചു എന്നാണ്. ആഗോള ഭീകരവാദികൾ മുസ്ലിമീങ്ങളെ കാഫിറാക്കി അവർക്കെതിരെ യുദ്ധം നയിക്കാൻ കൊണ്ടുവന്ന ഈ ക്യാമ്പയിൻ, ഇതേ ക്യാമ്പയിൻ 21 മുതൽ മുസ്ലിമീങ്ങളെ കാഫിറാക്കാൻ കേരളത്തിൽ മുജാഹിദുകൾ ഉപയോഗപ്പെടുത്തുമ്പോ മുസ്ലിം ലീഗിന്റെ ഉത്തരവാദപ്പെട്ട നേതാവായ ET മുഹമ്മദ് ബഷീർ വഹാബികളുടെ ഭീകരവാദത്തിന് അവർ ദുർവ്യാഖ്യാനം ചെയ്ത ഈ പ്രാർത്ഥന എന്ന പദത്തെ അതേപടി സാക്ഷ്യപ്പെടുത്തി ആ പ്രാർത്ഥനയുടെ പേരിൽ വഹാബികൾ പറയുന്ന തൗഹീദ് മതമല്ലെന്ന് പറയുന്ന സുന്നത്തി ജമാഅത്തിന്റെ ഉലമാക്കളുടെ ചിറയിൽ തോണ്ടി വഹാബി സമ്മേളനത്തിൽ നടത്തുന്ന പ്രസംഗം ഇത് വഹാബി ആശയം പ്രചരിപ്പിക്കാനുള്ള രാഷ്ട്രീയ സംവിധാനമാണ് എന്ന് തെറ്റിദ്ധരിച്ചാൽ കുറ്റപ്പെടുത്താൻ കഴിയാത്ത തെളിവാണ്. അങ്ങനെ ചെയ്താൽ ശിർക്കാവില്ല, ഇങ്ങനെ ചെയ്താൽ ശിർക്കാവില്ല, ഇന്നതുമാതിരി വിളിച്ചാൽ ശിർക്കാവില്ല എന്ന് പറഞ്ഞിട്ട് അതിന് ജനങ്ങളുടെ ഇടയിൽ അതിനുള്ള, അതായത് അള്ളാഹുത്താല എല്ലാ തെറ്റും പൊറുക്കും, വേണ്ടി വന്നാൽ അള്ളാഹുത്താല പൊറുക്കില്ലെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള ഖുർആനിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള അള്ളാഹുവിൽ പങ്കു ചേർക്കൽ എന്ന ഗൗരവതരമായൊരു കാര്യത്തെ സംബന്ധിച്ച് ആളുകളെ പേടിപ്പിച്ച് നിർത്തുന്നതിന് പകരം അതിനെന്തിനാണ് ലളിതവൽക്കരിക്കുന്നത്? ആരാം ആശയം അത് ലളിതവൽക്കരിച്ചത്? ഇതൊരു മുജാഹിദ് മൗലവിയുടെ പ്രസംഗമല്ല. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സ്റ്റേറ്റ് സെക്രട്ടറി നമ്മുടെയൊക്കെ മണ്ഡലങ്ങളിൽ നിന്ന് സുന്നികളാകുന്ന ഭൂരിപക്ഷത്തിന്റെ വോട്ട് വാങ്ങി ലോകസഭയിലെത്തിയ ഒരു MP-യുടെ പ്രസംഗ മുജാഹിദ് മൗലവിയുടേതല്ല. എന്താണ് അയാൾ പറയുന്നത്? അങ്ങനെ വിളിച്ചാ കാഫിറാവൂല, ഇങ്ങനെ വിളിച്ചാ കാഫിറാവൂല എന്ന് പറഞ്ഞുകൊണ്ട് ശിർക്കിനെ ലളിതവൽക്കരിക്കുന്നു. ആരാണ് ആ ശിർക്കിനെ ലളിതവൽക്കരിച്ച കേരളത്തിലെ മുസ്ലിം പണ്ഡിതൻ? EK അബൂബക്കർ മുസ്ലിയാരാണ്, കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരാണ്. നാദാപുരം അടക്കമുള്ള പ്രദേശങ്ങളിൽ നൂറുകണക്കായ വഹാബി വിരുദ്ധ സംവാദങ്ങളിൽ അംബിയാ ഔലിയാക്കളെ വിളിക്കുന്നത് ശിർക്കല്ല, അത് പ്രാർത്ഥനയല്ല എന്ന് പറഞ്ഞ് തൗഹീദിനെ തൗഹീദായും ശിർക്കിനെ ശിർക്കായും ഇവിടെ പഠിപ്പിക്കാൻ കഠിനാധ്വാനം ചെയ്ത EKയുടെ മുഖത്താണ്, കണ്ണിയത്തിന്റെ മുഖത്താണ്, കഴിഞ്ഞുപോയ സുന്നത്തി ജമാഅത്തിന്റെ പണ്ഡിതന്മാരുടെ ചിറിയിലാണ് ഈ ET ബഷീർ ചവിട്ടിത്തേക്കുന്നത് എന്ന് സങ്കടത്തോടെ ഞങ്ങൾക്ക് പറയേണ്ടി വരില്ലേ? ആരാണ്
മഹാന്മാരെ വിളിച്ചാൽ ശിർക്കാവൂല എന്ന് പറയുന്നത് ശിർക്കിനെ ലളിതവൽക്കരിക്കലാണെങ്കിൽ ആരാണ് അതിനെ ലളിതവൽക്കരിച്ച മുസ്ലിം പണ്ഡിതന്മാർ? വരക്കൽ മുല്ലക്കോയ തങ്ങൾ മുതൽ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരും ഇ.കെ. അബൂബക്കർ മുസ്ലിയാരും അടക്കമുള്ളവരാണെന്ന് പി.കെ. ബഷീറിനെ പോലെയുള്ള വഹാബികൾക്ക് സുന്നി വിരുദ്ധത വിളമ്പാനും ആലിമീങ്ങളെ തെറി പറയാനും പാർട്ടിയോതി കൊടുത്ത ധാരണി ഒരു നിമിഷമെങ്കിലും ചിന്തിക്കണമെന്ന് വിനയത്തോട് ഓർമ്മപ്പെടുത്തുകയാണ്. അതിനെ ലളിതവൽക്കരിക്കുന്നതിന്റെ ഫലമായി കിട്ടാൻ പോകുന്ന ലാഭം എന്താണ്? അതിനെ ലളിതവൽക്കരിക്കുക എന്ന് പറഞ്ഞാൽ തൗഹീദെ ഞങ്ങൾക്ക് തൗഹീദാക്കാൻ മതം അനുമതി തന്നിട്ടുള്ളൂ. തൗഹീദല്ലാത്ത മുസ്ലിം ഉമ്മത്ത് നിരാക്ഷേപം നിർവഹിച്ചു പോന്ന ഇമാമിയങ്ങൾ ജീവിതത്തിൽ കൊണ്ടുനടന്ന ഇസ്തിഹാസയെ ശിർക്കാണെന്ന് പറഞ്ഞ് മുസ്ലിം ഉമ്മത്തിനെ മുശ്രിക്കാക്കാൻ മതം ഞങ്ങൾക്ക് അനുമതി തരാത്തത് കൊണ്ടാണ്. ഞങ്ങൾക്ക് മുസ്ലിം ലീഗിന്റെ പാർട്ടി ഓഫീസിൽ നിന്ന് കിട്ടിയ പോരാ സർക്കുലർ, ഞങ്ങൾക്ക് അള്ളാന്റെ നിന്ന് കിട്ടണം പെർമിഷൻ. നമ്മൾ ഗൗരവമായിട്ട് കാണേണ്ട ഒരു കാര്യമുണ്ട്. അമാനി മൗലവി സാഹിബിന്റെ ഖുർആൻ പരിഭാഷയുടെ ഒരു വ്യാഖ്യാനത്തിൽ ഞാൻ ഈയിടെ വായിച്ചൊരു സംഗതി ഓക്കർ മനസ്സിലായി. നിങ്ങൾക്ക് തറവാട് വഹിക്കേണ്ടതാണ്. ഏത് മൂപ്പർക്ക് ഖുർആൻ പഠിച്ചാൻ കിട്ടിയത് ഏതാ? അമാനി മൗലവിന്റെ ഖുർആൻ പരിഭാഷയാ. പിന്നെ തന്നെ അയാൾ പറയുള്ളൂ. വലിയ ശിർക്കിനെ കുറിച്ചല്ല പേടിക്കേണ്ടത്, ചെറിയ ശിർക്കിനെ കുറിച്ചാണ്. എന്താണ് മൗലവി അതിന്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞതെന്ന് ചോദിച്ചാൽ വളരെ നല്ല ഉദാഹരണമാണ്. മൗലവിന്റെ ഭാഷ എന്ന് പറഞ്ഞാൽ ആ കാലത്ത് അമാനി മൗലവി ഖുർആൻ പരിഭാഷ എഴുതിയ കാലത്ത് മൗലവിന്റെ കയ്യിലുണ്ടായിരുന്ന ഭാഷയുടെ ആ സൗന്ദര്യം ഒന്നും ഇന്ന് ആലോചിക്കാൻ കഴിയില്ല. മൗലവി അതിൽ വിശദീകരിക്കുകയാണ്. കറുത്ത കൂരിരുട്ട്, മിനുസമുള്ള കറുത്ത തറയിലൂടെ എറുമ്പഴഞ്ഞു വരുന്നത് പോലെ വരുന്ന ശിർക്കിനെയാണ് പേടിക്കേണ്ടതെന്നാണ്. അല്ല, വലിയ ശിർക്കിനെ പേടിക്കേണ്ടതല്ല അർത്ഥം. വേറൊരു പഠിത്തമുണ്ടെന്ന് ആരും പറയില്ല, അള്ളാനെ പോലെ വേറൊരു അള്ളാഹുണ്ടെന്ന് പറയില്ല. എന്നാൽ നിങ്ങൾ അറിയാതെ കൂരിരുട്ടിലൂടെ കറുത്ത പ്രതലത്തിലൂടെ കടന്നു വരുന്ന എറുമ്പിനെ പോലെ, ഇഴഞ്ഞു നീങ്ങുന്ന എറുമ്പിനെ പോലെ വരുന്ന ശിർക്കിനെ പേടിക്കണമെന്ന് പറഞ്ഞ എന്തുകൊണ്ടാണ്? അറിയാതെ നിങ്ങളിൽ വഴുതി വീഴുന്ന ശിർക്കിന്റെ ഗൗരവത്തെക്കുറിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. അങ്ങനെ നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ അത്രയും പേടിപ്പിച്ചു നിർത്തേണ്ട ഒരു സംഗതിയിൽ ലളിതവൽക്കരിച്ചുകൊണ്ട് എന്തിനാണ് പാവപ്പെട്ടവരെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നത്? ആരാണ് ആ വഴിതെറ്റിക്കുന്നത്? ദാരിമി പി.കെ. ബഷീറിന് പാസ് ഓതിക്കൊടുത്ത് തലപ്പാവും കെട്ടി പല്ലിളിച്ച് കാന്തപുരത്ത് ഉസ്താദിനെ പരിഹസിക്കുന്നത് കേട്ടിരുന്ന ദാരിമി, നിങ്ങളെ നേതാക്കളെ കുറിച്ച് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വർത്താനം കേട്ടിട്ടുണ്ടോ? ആരാണ് ഈ ശിർക്കിനെ ലളിതവൽക്കരിച്ച് മുസ്ലിമീങ്ങളെ വഴിതെറ്റിച്ചാണ്? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന ചേളാരി സമസ്തയിലെ 40 മുഷാവറ മെമ്പർമാർ. രണ്ടാമത് എ.പി. ഉസ്താദിന്റെ മുഷാവറയിലെ 40, ബാക്കി സംസ്ഥാന കേരള ജംഇയ്യത്തുൽ ഉലമയിലെ 40, ബാക്കി ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയിലെ 40. ഭൂരിപക്ഷം വരുന്ന ലോകത്തെ മുസ്ലിം പണ്ഡിതന്മാരും ഇമാമുമാരുമാണ് ഈ വഴിതെറ്റിച്ച ആൾക്കാർ, അല്ലേ? അപ്പൊ വലിയ വലിയ മത രംഗത്തുള്ള ആളുകൾ വലിയ വലിയ പ്രസംഗപീഠത്തിൽ നിന്ന് അതൊന്നും സാരമില്ല, അങ്ങനെ വിളിച്ചാൽ കുഴപ്പമില്ല, ഇങ്ങനെ പറഞ്ഞാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യ മനസ്സുകളിൽ ഉണ്ടാകുന്ന ഈ ശിർക്കിനെ കുറിച്ചുള്ള പേടിയെ ലളിതവൽക്കരിക്കുന്നതിന് പിന്നിലുണ്ടാകുന്ന തെറ്റായ പ്രവണതയെ തിരിച്ചറിയാൻ കഴിയണമെന്നതാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ചാലഞ്ച്. എന്താ മാഷ, നിങ്ങൾക്ക് ഈക്കൊക്കെ ഒരു കിതാബ് ഓതി കൊടുത്തുകൂടെയോ? കണ്ണിയത്ത് ഉസ്താദിനൊരു കിതാബ് ഓതി കൊടുത്തുകൂടെയോ? പാത്തി ഓതി കൊടുത്ത ആള് പൈസ എന്നാ പറഞ്ഞത്. ഇപ്പൊ ചക്കാപ്പിലാക്കായി അറിയണ വ്യത്യാസമുള്ളൂ. ഇവരൊന്നും ഇപ്പൊ നമ്മൾ വല്ലാതെ ആലോചിച്ചണ്ട. സാധനം ഏതായാലും വേണ്ടില്ല, മറ്റതല്ലേ. അപ്പൊ ഇരിക്കട്ടെ സഹോദരന്മാരെ, ആ പൈസ എന്ത് ചെയ്യണം? ഇ.ടി. ബഷീറിനെ കൊണ്ടുപോയിട്ട് എ.പി. ഉസ്താദിനെ തെറി പറയിക്കണ ഇവർ നിങ്ങളെ മുഷാവറി കൊണ്ടുപോയിട്ട് ഈട്ടിന്റെ ഒക്കെ ഒന്ന് തൗഹീദും ശിർക്കൊന്ന് പഠിച്ചണങ്ങൾ. അതുതന്നെയാണ് പുതിയ തലമുറ ഗൗരവമായി ഏറ്റെടുക്കേണ്ട പ്രശ്നവും എന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സൂചിപ്പിക്കുകയാണ്. എന്നാലേ ഈ നാട്ടിൽ എന്താ തൗഹീദ് ശിർക്കെന്ന് ഇവിടുത്തെ അമുസ്ലിമീങ്ങളോട് ചോദിച്ചാൽ, ഇ.കെ. ഉസ്താദിനും കണ്ണിയത്ത് ഉസ്താദ് അടക്കമുള്ള ഉലമാക്കൾക്ക് ഈട്ടി തൗഹീദും ശിർക്കും പഠിപ്പിക്കണ്ട, ഒരു ലീഗുകാരനും പഠിപ്പിക്കണ്ട. നിങ്ങൾ നോക്ക്, കെ.പി. രാമനുണ്ണി എന്ന് പറയുന്ന അമുസ്ലിം കഥാകൃത്ത് പറഞ്ഞു തരും. അമ്പർത്ത തങ്ങളെ വിളിച്ചിട്ടില്ല തൗഹീദ് എന്താന്ന്. ഈട്ടി അയാളൊന്ന് കാണണമെന്ന് ഞങ്ങൾക്ക് പറയണം എന്നുള്ളതാണ്. ഇത് ആരാധനയുടേതല്ല. പലരും തെറ്റിദ്ധരിക്കും. മമ്പറത്ത് തങ്ങളെ എന്ന് വിളിക്കുന്ന സമയത്ത് തങ്ങളെ ദൈവമായി തെറ്റിദ്ധരിച്ച് ആരാധിക്കുകയാണോ എന്ന് തെറ്റിദ്ധരിക്കും. അങ്ങനെയല്ല. നമ്മുടെ ഉപ്പയും ഉമ്മയുമെല്ലാം നാം സ്നേഹത്തോടെ സ്മരിക്കുന്നത് അവരെ ആരാധിക്കുന്നത് കൊണ്ടല്ല, സ്നേഹിക്കുന്നത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കാനുള്ള വിവേകമെങ്കിലും നമുക്ക് വേണം. അതെ,
ഈക്കക്ക് തിരിച്ചറിവാണെന്ന് ഈട്ടി ബഷീർ പറയുമ്പോ ഈട്ടിക്ക് വിവേകമാണെന്നാണ് രാമനുണ്ണി പറഞ്ഞു കൊടുക്കുന്നത്. ആ വിവരണയിലുണ്ടാണെന്ന് ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഇങ്ങനെ സ്നേഹിക്കുന്നവരെ നാം ചിന്തിക്കുന്ന സമയത്ത് ആ സ്നേഹത്തിന്റെ ഉത്തേജനത്തോടുകൂടി നാം പ്രിയങ്കരനായ സർവശക്തനായ ദൈവത്തിലേക്ക്, അള്ളാഹുവിലേക്ക് അടുക്കുകയാണ് എന്നതാണ് അതിന്റെ യഥാർത്ഥത്തിലുള്ള സത്യം. അതുകൊണ്ടാണ് നാം മമ്പറത്തെ തങ്ങളെ എന്ന് വിളിക്കുന്നത്. അല്ലാതെ മമ്പറത്തെ തങ്ങളെ പടച്ചോനാക്കിയിട്ടല്ല. ആ വിളി ശിർക്കാണ് എന്ന് പറഞ്ഞ് IS ഭീകരവാദികൾ മുസ്ലിമീങ്ങളെ കൊല്ലാൻ മതപരമായ ന്യായം പടക്കുകയാണ്. അതേ ന്യായത്തിന്റെ പേരിലാണ് അൽമനാറിൽ ജാറത്തിങ്കിലേക്ക് പോകുന്ന മുസ്ലിമീങ്ങളെ കൊല്ലണം എന്ന് NV ഇബ്രാഹിം മാസ്റ്റർ എഴുതിയത്. ലോക മുസ്ലിം ഭീകരവാദികൾ മുസ്ലിമീങ്ങളെ അറുകൊല ചെയ്യാൻ കൊണ്ടുവന്ന ഒരു വാദമുഖത്തെ സപ്പോർട്ട് ചെയ്യുന്നത് മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയാചാര്യനായ ET ബഷീറാണ്. അല്ലേ? ഇനി നിങ്ങൾ നോക്ക്, ഇനി മൂപ്പര് പറയുന്നത് ഈ ഏലസും ശംഖും ഒക്കെ വിറ്റ് ചെലവാക്കണ ആത്മീയതയുടെ പേരിൽ ജീവിക്കുന്ന ആളുകളെ കുറിച്ചാണ് ET ബഷീർ അടുത്തതായി പറയുന്നത്. മൂപ്പർക്ക് സുന്നത്തിയമായത്തിന്റെ ആത്മീയത അല്ലേ, മന്ത്രിച്ചൂത്തും ഏലസും ഉറുക്കെഴുതി കൊടുത്ത വെള്ളമൊക്കെ തന്നെയാണ് ബഹുസ്വര ഇന്ത്യയിലെ മുസ്ലിമീങ്ങളെ ആദരിക്കപ്പെടുന്ന അമുസ്ലിമീങ്ങളെ സൃഷ്ടിച്ചത്. അതിനെതിരായിരുന്നു വഹാബികൾ. ആത്മീയ രംഗത്ത് നമ്മുടെ അസ്തിത്വം ഉയർത്തിപ്പിടിച്ച് ഇതര ജനങ്ങൾക്ക് നമ്മെ അറിയാൻ ഈ മതം തന്ന ആത്മീയതയെ അനിസ്ലാമികമായി ചിത്രീകരിച്ച മൗലവിമാർ തന്നെയാണ് പിന്നീട് എന്തു ചെയ്തത്? ഈ രാജ്യത്ത് സാമൂഹികധാരയിലെ അമുസ്ലിം ബന്ധങ്ങൾ ചിരിക്കലും ജോലിയിലേർപ്പെടലും ഒക്കെ അനിസ്ലാമികമാണെന്ന് ചിത്രീകരിച്ചു. ആ ആത്മീയതയെ മറ്റൊരു തലത്തിൽ വളച്ചൊടിച്ച് വിശദീകരിക്കുകയാണ് ET ബഷീർ. അതിലുണ്ടാകുന്ന ഈ ശിർക്കിനെ കുറിച്ചുള്ള പേടിയെ ലളിതവൽക്കരിക്കുന്നതിന് പിന്നിലുണ്ടാകുന്ന തെറ്റായ പ്രവണതയെ തിരിച്ചറിയാൻ കഴിയണമെന്നതാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ചാലഞ്ച്. അതന്നെയാണ് പുതിയ തലമുറ ഗൗരവമായി ഏറ്റെടുക്കേണ്ട പ്രശ്നമെന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സൂചിപ്പിക്കുകയാണ്. ആ നിലയിലുള്ള പ്രവർത്തനം ഒരു ഭാഗത്ത്. മറ്റൊരു ഭാഗത്ത് എന്താണ്? ലോകത്തിലെ ഏറ്റവും ലാഭമുള്ള വ്യവസായം ഭക്തി വ്യവസായമാണ്. ഇൻവെസ്റ്റ്മെന്റ് വേണ്ട. ഇൻവെസ്റ്റ്മെന്റിന് ആവശ്യമില്ലാതെ വമ്പിച്ച തോതിലുള്ള റിട്ടേൺ ഉണ്ടാക്കാവുന്ന മോസ്റ്റ് പ്രോഫിറ്റബിൾ ബിസിനസ് എന്ന് പറയാവുന്ന സംഗതിയാണ് ഭക്തി പ്രസ്ഥാനം എന്ന് പറയും. എന്നാലേ കേരളത്തിലെ ഏറ്റവും വലിയ ഭക്തി പ്രസ്ഥാനം ഏതാണെന്നറിയോ? മുസ്ലിം ലീഗാണ്. ആത്മീയതയും ഭക്തിയും മുന്നിൽ വെച്ചുകൊണ്ട് ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഒരേ ഒരു പ്രസ്ഥാനമുള്ള മുസ്ലിം ലീഗ്. ഞാൻ വെല്ലുവിളിക്കുന്നു, ഭക്തി പ്രസ്ഥാനവും ആത്മീയതയും അനിസ്ലാമികമാണെങ്കിൽ പാണക്കാട് കുടുംബത്തെ ഒരു 6 വർഷത്തേക്ക് ലീഗിന്റെ നേതൃസ്ഥാനത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് ഇന്ത്യ രാജ്യത്ത് മുസ്ലിം ലീഗിന് പ്രവർത്തിക്കാൻ കഴിയോ എന്ന് ഞാൻ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾ പറയും, ഇവിടെ ഏറ്റവും വലിയ ഭക്തി പ്രസ്ഥാനം മുസ്ലിം ലീഗാണ്. അതുകൊണ്ടാണ് കോഴിക്കോട് മീറ്റിംഗ് വെച്ചിട്ട് ബിരിയാണി തിന്നിട്ട് പാണക്കാട്ട് കേൾപ്പിച്ചറിയുന്നത്. നമ്മളിപ്പോ അതിനൊന്നും കുറ്റം പറയണില്ല. പക്ഷേ ആത്മീയതയെയും ഭക്തിയെയും ഒരു ഉമ്മത്തിന്റെ സൗന്ദര്യമായി കാണാതെ അതിനെ പരിഹസിക്കുകയും അതിനുള്ള കള്ളനാണയങ്ങളെ ഉയർത്തിക്കാട്ടി ഹൈലൈറ്റ് ചെയ്ത് യാഥാർത്ഥ്യത്തെ തിരസ്കരിക്കുകയും ചെയ്യാൻ നിങ്ങൾ നടത്തുന്ന വാചക കസർത്തുകൾ മലർന്നു കിടന്ന് തുപ്പലാണ് എന്നേ പറയാനുള്ളൂ. അതിന്റെ പേരിൽ എന്തൊക്കെ കാട്ടിക്കുട്ടുന്നു ഇവിടെ. മതത്തിന്റെ വലിയ വലിയ പണ്ഡിതന്മാരാണെന്ന് പറയുന്ന ആളുകൾ അതിന്റെ പുറത്ത് ഒരുപാട് വിവാദങ്ങൾ രാജ്യത്ത് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു. എത്ര ദിനരാത്രങ്ങളാണ് ഇതിനെ സംബന്ധിച്ച ചർച്ചകൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്. എത്ര എനർജിയാണ് നഷ്ടപ്പെടുത്തുന്നത്. എത്ര പത്രത്തിന്റെ കോളങ്ങളാണ് ഈ വിവാദങ്ങൾ പറഞ്ഞുകൊണ്ട് ഇവിടെ ഇതാക്കുന്നത്. ET ബഷീർ സാഹിബ്, നിങ്ങളുടെ അനുയായികൾ ഈ ശാന്തമായ ഗ്രാമത്തിൽ വന്ന് മണിക്കൂറുകളോളം പ്രസംഗിച്ച് നഷ്ടപ്പെടുത്തിയത് എന്തിനു വേണ്ടിയുള്ള എനർജിയാണ്? എന്തിനു വേണ്ടിയുള്ള സമ്പത്താണ്? എന്തിനു വേണ്ടിയുള്ള ആരോഗ്യമാണ്? അല്ലേ? തൗഹീദും ശിർക്കും പറയാൻ ചെലവാക്കിയാൽ അതൊക്കെ വെറുതെ കളയല. ആത്മീയത സ്ഥാപിക്കാൻ നടത്തുന്ന പ്രഭാഷണം വെറുതെയാണ്. അതേസമയത്ത് ആലിമീങ്ങളെ തേജോവധം ചെയ്യാൻ നിങ്ങൾ നടത്തുന്ന രാഷ്ട്രീയ താല്പര്യത്തിലുള്ള പ്രഭാഷണങ്ങൾ സാമുദായിക നവോത്ഥാനാണ്. അല്ലേ? പണ്ട് പിന്നെ പുസ്തകങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല മലയാളത്തില് മതത്തിന്റെ കാര്യങ്ങൾ. എന്റെ വാപ്പ മോശമായിരുന്നു. വാപ്പ തിരങ്ങാടി ഇന്ന് അൽമുർഷിദ് വാങ്ങിച്ചു കൊണ്ടുവരണ്ടായിരുന്നു. ഞാൻ അന്ന് കണ്ടതാണ്. തനത് മൊത്തം അങ്ങനെയാണ്. പിന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ട് കാര്യമല്ല. കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ മലയാളം പ്രസിദ്ധീകരണങ്ങൾ. ഇന്ന് ഇഷ്ടം പോലെയുണ്ട്. ഒറിജിനൽ മുജാഹിദ് മൗലവിയുടെ കാളമൂത്ര പ്രസംഗമായില്ലേ ഇത്? എല്ലാ സ്ഥലത്തും പെണ്ണുങ്ങൾക്ക് വേറെ, ആണുങ്ങൾക്ക് വേറെ, കുട്ടികൾക്ക് വേറെ, അങ്ങനെ പല തരത്തിലുള്ള സംഗതികളൊന്നും നമ്മുടെ നാട്ടിലുണ്ട്.
പക്ഷെ ഇതിലൂടെയൊക്കെ തന്നെ എന്തിനാണ് ഈ എനർജി ഈ വിധത്തിൽ ചെലവഴിക്കുന്നത്? മാത്രമല്ല ഇവിടെ മാജിക് റെമഡീസ് എന്താ സംഗതിയുണ്ട്. എന്താണ്? പെട്ടെന്ന് നിങ്ങൾക്ക് സോക്കേടങ്ങ് മാറും. മാജിക് റെമഡീസിന്റെ പരസ്യം കൊടുക്കുന്നത് തെറ്റാണ് നിയമപ്രകാരം. നിങ്ങൾക്ക് ഇന്ന ദിവസം ഇന്ന സംഗതി ചെയ്താൽ ഇന്ന മാതിരി ട്രീറ്റ്മെന്റ് ചെയ്താൽ ഇന്ന മാതിരി നിങ്ങൾക്ക് ഉണ്ടാവും. അതുകൊണ്ട് എന്താണ് അനൗൺസ്മെന്റ് ചെയ്തുകൊണ്ട് അങ്ങാടി കൂടെ നടന്നു പോവുകയാണ്. നിങ്ങൾക്ക് ഇന്ന സംഗതി ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ, നിങ്ങളുടെ മാറാത്ത രോഗങ്ങൾക്ക് ഉടനെ പരിഹാരം കണ്ടുപിടിക്കാൻ, നിങ്ങളുടെ ഉദ്ദിഷ്ട സംഗതികൾ പാലിക്കാൻ, ഇതിനു വേണ്ടി ഇന്ന സംഗതി നടക്കുന്നു, ഇന്ന കർമ്മങ്ങൾ നടക്കുന്നു, അവിടെ വന്ന് കാര്യസാധ്യം നടത്തുക. എത്ര തെറ്റാണ് സുഹൃത്തുക്കളെ. ഏത് ആത്മീയതയില് എന്നല്ല, എല്ലാത്തിലുണ്ട് കള്ളനായങ്ങൾ. MBBS-ലുണ്ടത്. പക്ഷെ അതിന്റെ പേര് യഥാർത്ഥ ആത്മീയതയെ ഇയാൾ എന്തിന് തിരസ്കരിക്കണം? മാഉസംസംലിമാശുരിബലഹു എന്ന ഹദീസിനെ അനുഭവജ്ഞാനം എതിരാന്ന് പറഞ്ഞ് നിഷേധിച്ച അബ്ദുസ്സലാം സുല്ലമിയുടെ സ്വരത്തോട് ഈ സ്വരത്തിന് സാമ്യതയുണ്ടെന്ന് ഞങ്ങൾ തെറ്റിദ്ധരിച്ചാൽ ഞങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. എന്നാൽ ഒരു കാര്യമുണ്ടേ, ഭക്തിപ്രസ്ഥാനം ഈ രാജ്യത്ത് 1-ാം നമ്പർ മുസ്ലിം ലീഗാണ്. പാണക്കാട് കുടുംബത്തിന്റെ സമുന്നതമായ ആത്മീയതയാണ് മുസ്ലിം ലീഗിന്റെ ഊർജം. അതുകൊണ്ടാണ് ഏത് വഹാബിയും പാണക്കാട്ടത്തെ കൈയൊന്നിച്ചത്. പൊന്തിച്ചാതിരുന്ന ഒരേ ഒരാളുള്ളൂ. മൂപ്പര് പിന്നെ നിയമസഭയും ലോക്സഭയും കണ്ടിട്ടില്ല മക്കടക്കാരൻ. അല്ലാത്തവരും മുഴുവനും ഇപ്പൊ പൊന്തിച്ചനാണ്. ഇപ്പൊ KPM മജീദിന് പൊന്തിച്ചനുണ്ടായാലും പണ്ട് നരിനെപ്പെടുത്ത് മരത്തമ്മ കയറുന്ന നോക്കുന്ന ഒരാള് ഓട്ടത്തിന്റെ ഊക്ക് കണ്ടിട്ട് പറഞ്ഞു മരം കഴിഞ്ഞാൽ പിന്നെയും കയറുവച്ചു എന്ന മാതിരിയാണ് ഇപ്പൊ KPM മജീദ് തങ്ങൾ ദ്വാരക്കുമ്പോ കൈയൊന്നിച്ചത് തലന്റെ മോൾക്കാണ്. അതേ സമയത്തിന്റെ പണ്ട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ദ്വാരപ്പോ കൈ താത്തിന്റെ ഇടങ്ങേറിപ്പോഴും തീർന്നിട്ടില്ല. അപ്പൊ ഇരിക്കട്ടെ സഹോദരന്മാരെ, ഇവിടെ ഭക്തിപ്രസ്ഥാനം മുസ്ലിം ലീഗാണെങ്കിൽ ഇത്തരം മരുന്നുകൾ രോഗശമനത്തിനുള്ള ചപ്പടി വിദ്യ എന്ന് നിങ്ങളെ ഭാഷയിൽ ഞങ്ങൾ പറയാണ്. ഞങ്ങൾക്കത് പറ്റൂല. അങ്ങനത്തെ പരസ്യങ്ങൾ നിയമവിരുദ്ധമായി നിങ്ങളെ ഭാഷയിൽ മതവിരുദ്ധമായും പ്രചരിപ്പിച്ച് പണം തട്ടുന്ന ധാരാളങ്ങള് നിങ്ങളുടെ ഘടകക്ഷിയായ ചേളാരി സമസ്ത അവരുടെ ചാനലിലൂടെയാണ്. ചേളാരി സമസ്തയുടെ മെമ്പറായ ഒരു മൂല്യരാണ് അദ്ദേഹം വെക്കുന്നത്. നഅലെ മുബാറക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെരുപ്പിന്റെ രൂപം അത് ആദരിക്കപ്പെടേണ്ടതാണ്, അത് ബഹുമാനിക്കപ്പെടേണ്ടതാണ്, പുണ്യമുള്ളതാണ്. അത് വരച്ചിട്ട് അത് വിറ്റ് അതുകൊണ്ട് ബർക്കത്ത് കിട്ടുമെന്ന് പരസ്യം ചെയ്യുന്നത് ചാനൽ ദർശനയാണ്. പരസ്യം ചെയ്യുന്നത് ചേളാരി മൂല്യരാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചെരുപ്പിന്റെ രൂപം വരച്ചത് 6 രീതിയിലാണ്. അതിൽ ഏറ്റവും ബലപ്പെട്ടത് പ്രബലമായത് 2 എണ്ണമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ഇതിന്റെ പരമ്പര എത്തിപ്പെട്ടതായിട്ട് ചരിത്ര ഗ്രന്ഥങ്ങളിൽ മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട്. നബിതങ്ങളെ അതിലേക്ക് സ്നേഹിക്കുന്ന മലബാറിന്റെ വീടുകൾ ഇനി പ്രവാചക പാതക മാതൃക കൊണ്ട് അലങ്കൃതമാകട്ടെ. ലക്ഷങ്ങൾ ചെലവഴിച്ച് നാം നിർമ്മിച്ച വീടുകൾ ഇനി പ്രവാചക സ്നേഹം കൊണ്ട് നിറയട്ടെ. പ്രവാചക പാതക മാതൃക നഅൽ മുബാറക് ഇപ്പോൾ തന്നെ ഓർഡർ ചെയ്യുക, ഉടൻ ഡെലിവറി. നൂറ്റാണ്ടുകളായി ഉലമാക്കൾ ചെരുപ്പിന്റെ രൂപത്തെയും അപ്പോ സഹോദരന്മാരെ, നമ്മളിതിനൊന്നും പരിഹസിക്കാനല്ലട്ടത്. E.T. ബഷീർ ഇതിനെതിരിൽ മുജാഹിദ് വേദിയിൽ പ്രസംഗിക്കുമ്പോ ഇവിടെ ഫാത്തി ഓതി കൊടുക്കണ പൈസക്കൊക്കെ ചില ഉത്തരവാദിത്തമുണ്ട് എന്ന് പറയാനാണ്. ഇരിക്കട്ടെ, യഥാർത്ഥത്തിൽ ഏത് ഘട്ടത്തിലും അങ്ങനെയാണ്. നിങ്ങൾ നോക്കൂ സുഹൃത്തുക്കളെ, ഇപ്പോൾ സമകാലികമായി ഇവരൊക്കെ എടുത്തു പറയുന്ന ചില സമകാലിക വിഷയത്തിലേക്ക് ഞാൻ വരാം. ശരീഅത്ത് സംരക്ഷണവുമായുള്ള ഒറ്റപ്പാട് നടക്കുന്ന ഒരു കാലം കൂടിയാണ്. നരേന്ദ്രമോദി എന്ന് പറയുന്ന ഫാസിസ്റ്റ് ഭരണകൂടം ഈ രാജ്യത്തെ മുസ്ലിം മതവിശ്വാസികളുടെ അല്ലെങ്കിൽ ന്യൂനപക്ഷ സമുദായങ്ങളുടെ വിശ്വാസങ്ങൾക്കെതിരെ ഇടപെടുന്നു. ഇവിടെ ഏക സിവിൽ കോഡ് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു. ഇവിടെ മുത്തലാഖിനെതിരെ ഇടപെടുന്നു എന്നതൊക്കെയാണ് മുസ്ലിമീങ്ങളുടെ ആശങ്ക. ഞാൻ പറയട്ടെ സുഹൃത്തുക്കളെ, ഈ രാജ്യത്ത് ഇവിടെ ശരീഅത്ത് മർമ്മപ്രധാനമാണ്. ആ ശരീഅത്ത് സംരക്ഷിക്കപ്പെടേണ്ടതാണ്. പക്ഷേ ആ ശരീഅത്ത് സംരക്ഷണത്തിന്റെ പേരിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇവിടെ ഒരു ഐക്യവേദി വിളിച്ചുകൂട്ടിയിരുന്നു. മുത്തലാഖിനെതിരെ നരേന്ദ്രമോദി നടത്തിയ ചില പ്രസ്താവനകളും ഇടപെടലുകളും മുത്തലാഖ് മതവിരുദ്ധവും രാജ്യവിരുദ്ധവുമാണ്, അത് നിരോധിക്കപ്പെടേണ്ടതാണ് എന്ന ഒരു പ്രസ്താവനയുടെ ചുവട് പിടിച്ച് മുസ്ലിം ലീഗ് ഇവിടെയുള്ള മതസംഘടനകളെ വിളിച്ചുകൂട്ടി. യഥാർത്ഥത്തിൽ എന്തിനാണ് ആ മുസ്ലിം സംഘടനകളെ വിളിച്ചുകൂട്ടിയത് എന്ന് നിങ്ങൾക്കറിയോ? നേരത്തെ ഞാൻ കേൾപ്പിച്ച ക്ലിപ്പിൽ അതിന്റെ കാര്യമുണ്ട്. അതായത്
IS വിവാദത്തിന്റെ പേരിൽ വഹാബി നവോത്ഥാനത്തിന്റെ ഉടുമുണ്ടഴിഞ്ഞ് അവരുടെ ഭീകരവാദം പുറത്തു ചാടുകയും പബ്ലിക് സമൂഹം ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളിൽ അത് ചർച്ചയ്ക്ക് വെക്കുകയും ചെയ്തപ്പോൾ മുജാഹിദ് നേതാക്കൾ അഭയം തേടിപ്പോയത് മുസ്ലിം ലീഗിന്റെ തിണ്ണയിലാണ്. അങ്ങനെ മുജാഹിദ് പ്രസ്ഥാനത്തെ സംരക്ഷിക്കാൻ വേണ്ടി അന്ന് മുസ്ലിം ലീഗ് ഒരു ഐക്യവേദി തട്ടിക്കൂട്ടാൻ ശ്രമിച്ചു. ചേളാരി സമസ്തക്കാർ അതിനോട് തൽക്കാലം മാറി നിന്നു. ആ സമയത്ത് ലീഗുകാർക്കറിയാം കൂടെയുള്ള ചേളാരിക്കാരുടെ റേഞ്ച് എത്രയാണെന്ന്. അവർ മറ്റൊരു സന്ദർഭം അതിനുവേണ്ടി കാത്തുനിന്നു. മുജാഹിദുകളെ സംരക്ഷിക്കാൻ ഐക്യവേദി വിളിച്ച ചേളാരി സമസ്തന് ചിലപ്പോൾ പട്ടിയിൽ കിട്ടൂല എന്ന് തോന്നിയതുകൊണ്ട് ശരീഅത്ത് സംരക്ഷണത്തിന്റെ പേരിൽ ഒരു ഐക്യവേദി വിളിച്ചുകൂട്ടിയിട്ട് അതിന്റെ പേരിൽ മുജാഹിദുകൾക്ക് മുസ്ലിം മുഖ്യധാരയിൽ ഇടം കൊടുക്കാനുള്ള പകിടകളിയായിരുന്നില്ലേ ആ ഐക്യവേദി? ഞാൻ ചോദിക്കട്ടെ, ആ ഐക്യവേദിയിൽ പങ്കെടുത്ത മുജാഹിദുകൾക്കും ജമാഅത്തുകൾക്കും മുത്തലാഖുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിലപാടെന്താണ്? നരേന്ദ്രമോദിയുടെ മുത്തലാഖ് വിഷയമായി ബന്ധപ്പെട്ട നിലപാടിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം കേരളത്തിലെ മുജാഹിദുകൾക്കുണ്ടോ? നരേന്ദ്രമോദി പറയുന്നത് മുത്തലാഖ് പാടില്ലെന്നാണ്. കേരളത്തിലെ മുജാഹിദുകൾ പറയുന്നത് മുത്തലാഖ് അനിസ്ലാമികമാണെന്നാണ്. കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമി പറയുന്നത് മുത്തലാഖ് അനിസ്ലാമികമാണെന്ന്. ഹുസൈൻ മടവൂർ അടക്കമുള്ള മുജാഹിദിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള സകല മുജാഹിദുകളും മുത്തലാഖിനെതിരെ അന്നും ഇന്നും നിരന്തരമായി നടത്തിയ ഒരുപാട് പ്രസ്താവനകളുണ്ട്. ആ പ്രസ്താവനകളൊക്കെ എന്താണ്? ആ പ്രസ്താവനകൾ മുത്തലാഖിനെതിരാണ്. മുത്തലാഖിന് എതിരായി നരേന്ദ്രമോദിയുടെ സ്വരത്തിനു സമാനമായി കേരളത്തിൽ പ്രബോധനവും പ്രചാരണവും നടത്തുന്ന മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമിയുടെ കൂടെ എങ്ങനെയാണ് മുത്തലാഖ് സംരക്ഷിക്കാൻ പറ്റുക എന്ന് മുസ്ലിമീങ്ങൾ ചോദിച്ചാൽ അത് ന്യായമല്ലേ? അതിന് കാന്തപുരം മോഡിയുടെ സൂഫി സമ്മേളനത്തിൽ മോഡിയുടെ അരമനയിലാണ് എന്ന് പറഞ്ഞാൽ മറുപടിയാകോ? ഇനി ഞാൻ ചോദിക്കട്ടെ, മുത്തലാഖ് നിരോധിക്കാൻ ശ്രമിക്കുന്ന മോഡിക്കെതിരെ വിളിച്ചുകൂട്ടപ്പെട്ട മുസ്ലിം സമ്മേളനത്തിൽ നോക്കൂ നിങ്ങൾ, മുത്തലാഖിനെതിരെ മോഡി പറഞ്ഞ ഹിന്ദിയിലെ പ്രസ്താവനയ്ക്ക് പകരം ഹുസൈൻ മടവൂർ നടത്തിയ മലയാളത്തിലെ പ്രസ്താവനയാണ്. എന്താണ്? മുത്തലാഖ് അനിസ്ലാമികമാണ്. ഇതിന്റെ മറ്റൊരു ശൈലിയാണ് നരേന്ദ്രമോദി പറഞ്ഞത്. മുജാഹിദിനെ കൂട്ടി ജമാഅത്തിനെ കൂട്ടി നമ്മളൊരു മുത്തലാഖ് സംരക്ഷിക്കാനും മുസ്ലിം പേഴ്സണൽ ലോ സംരക്ഷിക്കാനും ഒരു സമരം നടത്തിയ വിജയിക്കോ? എന്തിനാണ് നമ്മൾ മുസ്ലിം പേഴ്സണൽ ലോ? ഇന്ത്യൻ ഭരണഘടന രാജ്യത്തെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് അനുവദിച്ചു തന്ന വൈയക്തീയ നിയമത്തെ നമ്മൾ കൂടെ നിൽക്കുന്നത് എന്തിനാണ്? അത് ഇസ്ലാമിന്റെ ശരിയായ നിയമങ്ങളാണ് ഏറെക്കുറെ. അതുകൊണ്ട് നമുക്ക് ഏത് കാലത്തും ഒരു ശരീഅത്തുള്ളൂ. എന്നാൽ മുജാഹിദിന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും നിലപാടെന്താ? കാലത്തിനും ദേശത്തിനും അനുസരിച്ച് ഇസ്ലാമിക ശരീഅത്ത് പുനരാഖ്യാനിക്കുകയും പൊളിച്ചെഴുതുകയും ചെയ്യണമെന്ന് ആവർത്തിച്ചെഴുതി വെച്ച പ്രത്യാശാസ്ത്രമാണ് മുജാഹിദും ജമാഅത്തും. അവരുടെ കൂടെ എങ്ങനെയാണ് മുസ്ലിം പേഴ്സണൽ ലോ സംരക്ഷിക്കുക? അവരുടെ കൂടെ എങ്ങനെയാണ് മുത്തലാഖ് സംരക്ഷിക്കുക? അന്ന് കോഴിക്കോട് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ മുജാഹിദ് അടക്കമുള്ളവരെ വിളിച്ചുകൂട്ടി നടത്തിയ ഐക്യവേദിയിൽ നിന്ന് കുറച്ചാളുകൾ നരേന്ദ്രമോദിയെ കാണാൻ തീരുമാനിച്ചു എന്ന് സങ്കല്പിക്കുക. അവർ മുത്തലാഖ് നിരോധിക്കരുതെന്ന് പറയാനും മുസ്ലിം പേഴ്സണൽ ലോ സംരക്ഷിക്കണമെന്ന് പറയാനും ന്യൂഡൽഹിയിലേക്ക് പോയാൽ ഡൽഹിയിലെത്തോളം എല്ലാവരും ഓരോലേക്കാണ്. അവിടെത്തിയ ഓല കോലം സ്വഭാവമൊക്കെ മാറും. എന്തേ? അവിടെ എത്തിയ കോലം ചോലും മാറും. അവിടെ എത്തിയ മുജാഹിദ് പറയും മുത്തലാഖ് ശരിയില്ലട്ടോ, അത് ഇസ്ലാം അല്ല, അതുകൊണ്ട് അത് പാടില്ല എന്ന് തന്നെയാ പറയാ. അതുകൊണ്ടല്ലേ മുത്തലാഖ് അടക്കമുള്ള ശരീഅത്ത് സംരക്ഷിക്കാൻ കോഴിക്കോട് ലീഗിന്റെ നേതൃത്വത്തിൽ വിളിച്ചുകൂട്ടപ്പെട്ട ഐക്യവേദിയിൽ നിന്ന് ബിരിയാണി കമ്മിറ്റിയും പിരിഞ്ഞ് ബിരിയാണിയും തിന്ന് ഏമ്പക്കം വിട്ടുപോയ ആണുങ്ങളായ മുജാഹിദും ജമാഅത്തും വീട്ടിൽ ഉറങ്ങിയിട്ട് പെണ്ണുങ്ങളെ പത്രക്കാരെ മുന്നിക്ക് പറഞ്ഞയച്ചു. എന്നിട്ട് എന്താ പത്രക്കാരോട് മുജാഹിദിനെയും ജമാഅത്തിലെയും പെണ്ണുങ്ങൾ വന്ന് പറഞ്ഞു തരങ്ങള്? നരേന്ദ്രമോദിയുടെ ശരീഅത്ത് വിരുദ്ധ മുത്തലാഖ് വിരുദ്ധ നിലപാടുകളെ ചോദ്യം ചെയ്ത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു മുസ്ലിം സംഘടനയായ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് കോടതിയിൽ കൊടുത്തൊരു കേസുണ്ട്. അത് മോഡിയുടെ നിലപാടിനെതിരെ. എന്നാൽ മുജാഹിദ് പെണ്ണുങ്ങളും ജമാഅത്തെ ഇസ്ലാമി പെണ്ണുങ്ങളും വന്നിട്ട് പറഞ്ഞത് മുത്തലാഖിനെതിരെ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് കൊടുത്ത കേസിൽ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിനെതിരെ അഥവാ മുത്തലാഖിനെതിരെ ഞങ്ങൾ കോടതിയിൽ കക്ഷി ചേരുമെന്നാണ്. ഇക്കവുമായാണ് ശരീഅത്ത് സംരക്ഷിക്കാൻ യോഗം കൂടുന്നത്. ഇതിന്റെ സാധുത ഒരു മുസ്ലിം ചോദ്യം ചെയ്യുക സ്വാഭാവികമല്ലേ? മുജാഹിദ് പെണ്ണുങ്ങൾ പത്രക്കാരോട് പറഞ്ഞ റിപ്പോർട്ട്. മുത്തലാഖിന് അനുകൂലമായി മുസ്ലിം വ്യക്തി നിയമ ബോർഡിന്റെ നിലപാടിനെ ചോദ്യം ചെയ്ത് കേരളത്തിലെ മുസ്ലിം വനിതാ സംഘടനകൾ രംഗത്തെത്തി. പേഴ്സണൽ ലോ ബോർഡിന് എതിരെ കേസിൽ കക്ഷി ചേരാൻ മുജാഹിദ് വനിതാ വിഭാഗം തീരുമാനിച്ചു.
മുത്തലാഖിനെതിരെ സുപ്രീം കോടതി സ്വമേധയാ എടുത്ത കേസിൽ മുത്തലാഖിനെ അനുകൂലിച്ച് മുസ്ലിം വ്യക്തി നിയമ ബോർഡ് സത്യവാങ്മൂലം നൽകിയിരുന്നു. ഇതിനെ ചോദ്യം ചെയ്താണ് മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി സംഘടനകളുടെ വനിതാ വിഭാഗങ്ങൾ രംഗത്തെത്തിയത്. മുത്തലാഖ് നിലനിൽക്കുന്നതിനാലാണ് മുസ്ലിം സ്ത്രീകൾ ചുട്ടുകൊല്ലപ്പെടാതിരിക്കുന്നതെന്ന സത്യവാങ്മൂലത്തിലെ പരാമർശത്തെയും ഇവർ തള്ളി. മുത്തലാഖ് അനുസരിച്ചുള്ള വിവാഹമോചനം ഇസ്ലാമികമല്ലെന്ന വാദവും വനിതാ സംഘടനകൾ മുന്നോട്ട് വെച്ചു. കേസിൽ കക്ഷി ചേരാനും പേഴ്സണൽ ലോ ബോർഡിന്റെ നിലപാടിനെ ചോദ്യം ചെയ്യാനും മുജാഹിദ് വനിതാ വിഭാഗമായ MGM തീരുമാനിച്ചു. നരേന്ദ്രമോദിയുടെ നിലപാട് ചോദ്യം ചെയ്ത് മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് കോടതിയിൽ കൊടുത്ത കേസിൽ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിനെ ചോദ്യം ചെയ്ത് മുജാഹിദ് പെണ്ണുങ്ങളും ജമാഅത്ത് പെണ്ണുങ്ങളും കക്ഷി ചേരും എന്ന് പറഞ്ഞ അതിന്റെ പച്ചമലയാളങ്ങൾക്ക് മനസ്സിലായോ? മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിന്റെ കേസിനെതിരെ മോഡിക്കിഞ്ഞ് വക്കീലിനെ തരേണ്ട, വക്കീല് മുജാഹിദ് പെണ്ണുങ്ങൾ വെച്ചോളൂ, വക്കീലിനെ ജമാഅത്ത് പെണ്ണുങ്ങൾ കൊടുത്തോളൂ. അതാണ് അതിന്റെ പച്ചമലയാളം. ഈ മുജാഹിദിന്റെയും ജമാഅത്തിന്റെയും കൂടെ ശരീഅത്ത് സംരക്ഷിക്കാൻ കഴിയില്ല എന്ന നിലപാട് കാന്തപുരം ഉസ്താദ് ഉയർത്തിപ്പിടിച്ചപ്പോ നമ്മുടെ പുതിയാപ്പിളനെ കാണായിട്ട് ചിലർക്ക് ബേജാറ് അല്ലേ? സാമുദായിക ഐക്യത്തിന്റെ പേരിൽ തട്ടിക്കൂട്ടപ്പെട്ട ഒരു യോഗത്തിൽ കാന്തപുരം ഉസ്താദിന്റെ അസാന്നിധ്യം വലിയ വിടവാണ് എന്ന ജാള്യതക്ക് മുന്നിൽ ചിലർ പരിഹസിക്കാൻ ഇറങ്ങാൻ അല്ലേ? തെരുവിൽ കല്ലെറിയാൻ അദ്ദേഹത്തെ വേണം, ആക്ഷേപിക്കാൻ അദ്ദേഹത്തെ വേണം, താറടിക്കാൻ അദ്ദേഹത്തെ വേണം, കോലം കത്തിക്കാൻ അദ്ദേഹത്തെ വേണം, രാജ്യത്തിന്റെ തെരുവിൽ വേട്ടയാടപ്പെടാൻ അദ്ദേഹത്തിന്റെ അനുയായികൾ തന്നെ വേണം. ആ പണ്ഡിതൻ നിങ്ങൾ വിളിച്ച ഐക്യവേദിയിലേക്ക് വരാത്തതിന്റെ പേരിൽ നമ്മുടെ പുതിയാപ്പിളനെ കിട്ടായിട്ട് സങ്കടപ്പെടുന്ന അമ്മോശന്റെ വർത്താനങ്ങളൊന്ന് കേട്ടോളി. മുസ്ലിം ലീഗിന്റെ പാർട്ടി ലീഡറാണ്. ജനതാ പറഞ്ഞു തങ്ങൾ അവരുടെ നേതൃത്വത്തിൽ ഇടക്കാലത്ത് നടന്ന നീക്കം ശ്രദ്ധിക്കപ്പെട്ടു. എല്ലാ മുസ്ലിം സംഘടനകളും പണ്ട് ഏത് പ്രകാരം ചെയ്തു മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും ഷെയ്ഖുന നമ്മുടെ ഉസ്താദും മൺമറഞ്ഞു പോയ അവരായ ശരീരായ ആളുകൾ, ആ ഉന്നതത്തിലെ ആളുകൾ വിളിച്ചപ്പോ വന്നോ അതുപോലെ മുസ്ലിം സംഘടനകളൊക്കെ വന്നു. എല്ലാവരും ഒരു സംഘടന വന്നില്ല. അതങ്ങനെ വരൂല, അത് വരൂല, അത് വരൂല. അത് സ്വന്തം തലച്ചോറുകൊണ്ട് ചിന്തിക്കുന്ന പ്രസ്ഥാനാണ്, സ്വന്തം അസ്തിത്വമുള്ള പ്രസ്ഥാനമാണ്, സ്വന്തം വ്യക്തിത്വമുള്ള പ്രസ്ഥാനമാണ്. ആരാന്റെ ഊരയിലും തിണ്ണയിലും നിരങ്ങാൻ വിധിക്കപ്പെട്ട പ്രസ്ഥാനമല്ല. അതങ്ങനെ വരൂല. വന്നിട്ടില്ല, അതുകൊണ്ടൊരു കേടും പറ്റിയിട്ടു മുമ്പും വന്നിട്ടില്ല. അതിന്റെ പേരിൽ നിങ്ങൾക്കും കേട് പറ്റിയിട്ടില്ല. കുറ്റിപ്പുറം മറന്നതാ, ഞങ്ങൾക്കും കേടുണ്ടായിട്ടില്ല. അതുകൊണ്ടൊരു കേടും പണ്ടും പറ്റിയിട്ടില്ല. അതെ, ഞങ്ങൾക്കും പറ്റിയിട്ടില്ല. നിങ്ങൾ നിങ്ങളെ വൈക്കും, ഞങ്ങൾ ഞങ്ങളെ വൈക്കും ആകുക. നിങ്ങൾക്ക് രാഷ്ട്രീയം പറയാല്ലേ ഒരു സ്റ്റേജുമേ? ഞങ്ങളെ വിട്ടൂടെ? ഇപ്പോഴും പറ്റില്ല. അതെ, ഞങ്ങൾക്കും പറ്റൂല. അതിങ്ങനെ പുതിയാപ്പിളിനെ വിളിച്ച ഭാര്യ അങ്ങനെ വിളിച്ചാ പോരാ, ഇങ്ങനെ വിളിച്ചാ പോരാ, തേടി വരണം. AP ഉസ്താദ് പത്രക്കാരോട് പറഞ്ഞു കത്ത് കിട്ടിയില്ല. അതങ്ങനെയാണ്. ഒരു യോഗം നടക്കുമ്പോ അജണ്ട എന്താ, ലക്ഷ്യം എന്താ, നയെന്താന്നൊക്കെ അറിയണം. അപ്പൊ കത്ത് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞതിനാണ് നമ്മളെ അമ്മോഷം പറയുന്നത്. പുതിയാപ്പിള വിളിച്ചമാര് വിളിച്ചിട്ടില്ല എന്നാ പറയുന്നത്. പുതിയാപ്പിളിനെ കത്ത് കൊടുത്താ വിളിച്ചത് നാട്ടുകാര്? ഒന്നല്ല എന്നൊക്കെ പറഞ്ഞു നിൽക്കുക. ഇസ്ലാമിക ശരീരത്ത് അപകടപ്പെടുമ്പോഴാണ് ഈ മാതിരി വർത്തമാനം പരിഹാസ്യം എന്നല്ലാതെ മറ്റെന്താണ് പറയാ? സാറേ, വഹാബികളുമായി ശരീഅത്ത് പൊളിക്കാൻ നടക്കുന്ന, മുത്തലാഖ് നിരോധിക്കാൻ നടക്കുന്ന മുജാഹിദ് ജമാഅത്തുമായി ശരീഅത്ത് സംരക്ഷിക്കാൻ ഞങ്ങൾ വരാത്തതല്ല പരിഹാസ്യം. ഈ രാജ്യത്ത് ശരീഅത്ത് സംരക്ഷിക്കാൻ ഇറങ്ങുന്ന രാഷ്ട്രീയക്കാരന്റെ കപടബുദ്ധിയാണ് പരിഹാസ്യം. ഞാൻ ചോദിക്കട്ടെ, ഇസ്ലാമിക ശരീഅത്ത് നിക്കാഹിലും ത്വലാഖിലും മാത്രമുള്ളൂ എന്ന് ആരവരോട് പറഞ്ഞു? നിക്കാഹിലും ത്വലാഖിലും ഇസ്ലാമിക ശരീഅത്ത് ബാധകമായതുപോലെ സ്വന്തം സംഘടനയിലെ പ്രവർത്തകന്മാർക്ക് ഇസ്ലാമിക ശരീഅത്ത് കർക്കശമായി ഹറാമായി പ്രഖ്യാപിച്ച ബാങ്കിലേക്ക് മത്സരിക്കാൻ ലെറ്റർ പേഡും സീലും കൊടുത്ത് പറഞ്ഞയക്കുമ്പോ നിക്കാഹിലുള്ള ശരീഅത്ത് ബാങ്കിലുമുണ്ട് സാറേ. അങ്ങനെ ബാങ്കിലേക്ക് മത്സരിക്കുന്നിടത്ത് ശരീഅത്ത് ആവശ്യമില്ലാത്ത രാഷ്ട്രീയക്കാരൻ ശരീഅത്ത് പറയുന്നതാണ് പരിഹാസ്യം. ഇനി ഞാൻ പറയട്ടെ സുഹൃത്തുക്കളെ, ഊരകുലുക്കുന്ന ചെറുപ്പക്കാർക്കിടയിൽ തെരഞ്ഞെടുപ്പിൽ ജയിച്ച മുസ്ലിം മഹിളകളെ കൊണ്ടുവന്ന് തെരുവിലേക്ക് എറിഞ്ഞു കൊടുക്കുന്ന, ആണിന്റെ മുമ്പ് പ്രസംഗിച്ചാലും ശേഷം പ്രസംഗിച്ചാലും ഇസ്ലാമിക ശരീഅത്ത് കർക്കശമായി വിലക്കിയ സ്ത്രീരംഗ പ്രവേശനത്തെ രാഷ്ട്രീയത്തിന്റെ പേരിൽ എഴുന്നള്ളിക്കുന്ന രാഷ്ട്രീയക്കാരൻ ശരീഅത്ത് പറയുന്നതാണ് പരിഹാസ്യം.
നിക്കാഹിലെ ശരീഅത്തും ത്വലാഖിലെ ശരീഅത്തും ബാങ്കിലേക്ക് മത്സരിക്കുമ്പം ബാധകമാണ്. സ്ത്രീകളെ പൊതുരംഗത്ത് കൊണ്ടുവരുമ്പം ബാധകമാണ്. ഇനിയും ഞാൻ പറയട്ടെ, ഇസ്ലാമിക ശരീഅത്ത് കർക്കശമായി വിലക്കിയ ചെണ്ടമേളങ്ങളുടെയും വാദ്യോപകരണങ്ങളുടെയും നടുവിൽ അര റേഞ്ചിലും പൂർണ്ണ റേഞ്ചിലും ഈരേ റേഞ്ചിലുമായി ഊരകുലുക്കിത്തുള്ളുന്ന ചെറുപ്പക്കാർക്ക് മുന്നിൽ നെഞ്ചി വിരിച്ച് പ്രകടനം നടത്തുന്ന രാഷ്ട്രീയക്കാരൻ ശരീഅത്ത് പറയുന്നതാണ് പരിഹാസ്യം. അതാ ഞങ്ങൾക്ക് പറയാനുള്ളത്. കാന്തപുരം ഉസ്താദ് ശരീഅത്ത് സംരക്ഷണ വേദിയിലേക്ക് വന്നില്ലെന്ന് പറഞ്ഞ് കോഴിക്കോട് കടപ്പുറത്ത് അനുയായികളെ വിളിച്ചുകൂട്ടി കാന്തപുരം ഉസ്താദിന്റെ തലവേദനയെക്കുറിച്ച് വാചാലമാകാൻ കൂടിയ സമ്മേളനത്തിൽ അക്കടപ്പുറത്ത് അന്നത്തെ മഗ്രിബ് നിസ്കാരം കേരളീയർ കണ്ടിട്ടില്ല. ഇസ്ലാമിക ശരീഅത്ത് കർക്കശമായി വിലക്കിയ 5 വഖ്ത് നിസ്കാരത്തിന് മുഖ കൊടുക്കാത്ത രാഷ്ട്രീയക്കാരൻ ശരീഅത്ത് പറയുന്നതാണ് പരിഹാസ്യം. സുഹൃത്തുക്കളെ, എന്തിനാണ് ആ പൈസ പണി നമുക്ക് ഉണ്ടാക്കി തന്നത്? അപ്പൊ ഇരിക്കട്ടെ സഹോദരന്മാരെ, നമ്മളിപ്പോതൊക്കെ നമ്മളെ നേതൃത്വത്തിന് ഒരുപാട് ഏർപ്പാടുണ്ട്, ഒരുപാട് നന്മയിലധിഷ്ഠിതമായ പദ്ധതി. നമ്മളിപ്പോ അതിനൊക്കെ പിന്നാലെ പോകുമ്പോ നമുക്ക് ഇന്നൊരു തമാശയാക്കാന്ന് വിചാരിച്ചാണ്. അപ്പൊ ഇരിക്കട്ടെ സഹോദരന്മാരെ, നിങ്ങൾ നോക്കേ, യഥാർത്ഥത്തിൽ ആർക്ക് വേണ്ടിയായിരുന്നു അത്? IS ബന്ധത്തിന്റെ പേരിൽ തീവ്രവാദത്തിന്റെ അടിവേര് ഈ രാജ്യം വിശകലനം ചെയ്ത് വെളിപ്പെട്ട ഒരു സമൂഹത്തിൽ വഹാബീസത്തിന്റെ ഉടുമുണ്ടഴിഞ്ഞത് പരിരക്ഷിക്കാൻ, മുസ്ലിം മുഖ്യധാരയിൽ ഐക്യത്തിന്റെ പേരിൽ കുടിയിരുത്താൻ ലീഗ് ഉണ്ടാക്കിയ പ്രൊട്ടക്ഷനായിരുന്നു അത്, അല്ലേ? എന്നാൽ സുഹൃത്തുക്കളെ, നിങ്ങൾ നോക്ക്, അതിനെന്ത് ചെയ്തു? മറ്റേ മൂല്യന്മാരെ കിട്ടിയെന്ന് മാത്രമല്ല, എന്തു ചെയ്തു? നമ്മളതിന് കിട്ടുന്നില്ല. അതാണ് ആരാന്റെ തിണ്ണയിൽ തലച്ചോറ് പണയം വെച്ചതിന്റെ ദുരന്തം നമ്മളെ പൈറ്റിന്റെ സമസ്തക്കാർ അനുഭവിക്കാണ്. നോക്കൂ നിങ്ങള്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന ഈ കേരളത്തിലെ വലിയ ആനത്തലിയാണ്, വലിയ തണ്ടും തടിയാണ്, മിനിറ്റ്സ് ബുക്ക് ഉണ്ട്, ഓഫീസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വല്ലാതെ കല്ലായിപ്പാലത്തിന്റെ എങ്ങോട്ടുള്ള മധു പറയുന്ന ഒരു സമസ്ത. ആ സമസ്തയുടെ സെക്രട്ടറിയായ ആലിക്കുട്ടി മുസ്ലിയാരുടെ പേരിൽ മുസ്ലിം ലീഗിന്റെ മുഖപത്രമായ ചന്ദ്രികയിൽ ഒരു ലേഖനം വരെ, ആ ലേഖനത്തിലെ ഉള്ളടക്കമോ സമസ്ത എന്തിനുണ്ടായോ അതിന്റെ നേർവിപരീതമായ ആശയം. അള്ളാഹുവിന്റെ ഹബീബിനെ അറബിപ്പയ്യനായി വിശേഷിപ്പിച്ച, അള്ളാഹുവിന്റെ ഖുർആനിനെയും അള്ളാഹുവിനെയും സംബന്ധിച്ച് അങ്ങാടികളിൽ വളരെ വികലമായി വിശദീകരിച്ച് ഈ രാജ്യത്തെ ക്രിസ്തീയ പുരോഹിതന്മാരുടെ മുന്നിൽ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിച്ച എത്ര പരിപാടി എം അക്ബറിന്റെതുണ്ട്. സമയപരിമിതി കൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. അള്ളാഹുവിന് കൈകളുണ്ടെന്ന് പറഞ്ഞ ഒരു കാലഘട്ടം, കൈയില്ലെന്ന് പറഞ്ഞ കാലഘട്ടം, ഈ 2 കാലഘട്ടത്തിലെയും ബുക്കെടുത്തുകൊണ്ട് അക്ബറെ, നിങ്ങളെ പടച്ചോന് 2 നൂറ്റാണ്ടില് 2 കോലമാണോ എന്ന് രാജ്യത്തെ ക്രിസ്തീയ സമൂഹത്തിന് ഖുർആനിനെ പരിഹസിക്കാൻ അവസരം കൊടുത്ത എം അക്ബർ, ആ അക്ബറിനെ മതപ്രബോധകനായി വിശേഷിപ്പിച്ച് വഹാബിസം എന്ന് പറയുന്ന ഭീകരവാദ സ്വത്വത്തെ തലോടുന്ന എം അക്ബറിന്റെ ആശയത്തെ വെള്ളപൂശി മക്ബറയിലേക്ക് പോകുന്ന മുസ്ലിമീങ്ങളെ കൊല്ലൽ നിർബന്ധമാണെന്ന് എഴുതി വെച്ച അൽമനാറ് കക്ഷത്തിലെടുക്കുന്ന എം അക്ബറിനെ ന്യായീകരിച്ചുകൊണ്ട് അതിനെല്ലാം എതിരെ ആദർശ പോരാട്ടം നടത്താൻ വരക്കൽ തങ്ങളുണ്ടാക്കിയ ഒരു സമസ്തന്റെ മിനിറ്റ്സ് ബുക്കും കൊടിയും ഞങ്ങളെ കയ്യിലാണെന്ന് കവലകളിൽ വന്ന് അഹങ്കരിച്ച് കാന്തപുരം ഉസ്താദിനെ കല്ലെറിയുന്ന ഒരു സമസ്തയുടെ സെക്രട്ടറിയുടെ പേരിൽ ചന്ദ്രികയിൽ ലേഖനം വരിക, നാട്ടിലാകെ പാട്ടാകുക. എന്നിട്ട് തന്റെ പേരിൽ തന്റെ അനുമതിയില്ലാതെ എഴുതപ്പെട്ട ഒരു ലേഖനത്തെ തിരുത്തിക്കാൻ ഇന്നും ഒരു സമസ്തന്റെ സെക്രട്ടറിക്ക് കഴിഞ്ഞില്ലാന്ന് പറഞ്ഞാൽ അതിന്റെ പേരല്ലേ ഓയിലിച്ചാൻ? അല്ലേ? നിങ്ങളൊന്ന് പറഞ്ഞാണി. ഞാൻ പറയട്ടെ സുഹൃത്തുക്കളെ, ഞങ്ങളെ സമസ്തന്റെ സെക്രട്ടറി പോകട്ടെ, മുഷാവറ മെമ്പർ പോകട്ടെ, ഈ പ്രാസ്ഥാനിക സംവിധാനത്തിലെ ഒരു യൂണിറ്റിലെ ഒരു SBS-കാരന്റെ ഒരു SBS-ന്റെ യൂണിറ്റ് സെക്രട്ടറിയുടെ പേരിൽ ഈ രാജ്യത്തെ വഹാബിസത്തെ ന്യായീകരിച്ചുകൊണ്ട് ലേഖനം അച്ചടിക്കാൻ ധൈര്യമുള്ള ഒരു മാധ്യമ സംവിധാനം ഈ രാജ്യത്തില്ല. ഞങ്ങളെ സംഘടനയും ആദർശവും വ്യക്തിത്വവും സമൂഹത്തിനറിയാം. ഇങ്ങളെ എതിർത്ത എന്തുണ്ടാവുന്ന നിങ്ങള് രാവിലെ ലേഖനം കൊടുത്തതിനെതിരെ വല്ല പ്രസ്താവന ഇറക്കിയ കേരളത്തിലെ 100 കണക്കിന് മുദരിസുമാരുടെ ഉച്ചക്ക തട്ടിപ്പാത്രാണ് മുടങ്ങും. ചന്ദ്രികനും ലീഗിനും കുറ്റം പറയാനാണെങ്കിൽ മൂല്യരെ നല്ല മട്ടത്തിൽ തീർച്ചയായിട്ടുന്ന കിറാത്ത് വെക്കണ കുത്തുബോധന ഏൽപ്പിക്കാരില്ല, നിങ്ങളെ പിന്നാലെ നടക്കണോ എന്ന് ചോദിച്ചു. അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്ക്. എന്നിട്ട് ആ ചന്ദ്രികയിൽ ലേഖനം അച്ചടിച്ച് ലേഖനം എഴുതിയിട്ട്
ആലിക്കുട്ടി മൂല്യർക്ക് വായിച്ച് കേൾപ്പിച്ചു കൊടുത്തപ്പോ ആലിക്കുട്ടി മുസ്ലിയാർ പറഞ്ഞത്ര അത് കൊടുക്കണ്ടാന്ന്, എന്നിട്ടും കൊടുത്തു. ഡബിൾ കുരുത്തക്കേടായില്ലേ? അറിയാതെ കൊടുക്കുന്നൊരു കുരുത്തക്കേട്. കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെയും കൊടുക്കുകയാണെങ്കിൽ ആ വെറും കുരുത്തം കെട്ട ആളല്ലേ. പിന്നെ ആ ചന്ദ്രിക തൊടാൻ പാടുന്ന ആരാത് ചെയ്യുന്നത്? നിങ്ങള് വൈസ് പ്രസിഡന്റ് ഇറക്കുന്ന ചന്ദ്രികയിൽ സെക്രട്ടറിയുടെ പേരിന് മാണ്ടാത്തരം. ചന്ദ്രികന്റെ നേതാവ് പാരാ പാണക്കാട് ഐതറിൽ തങ്ങൾ പാപ്പയാണ്. അത് ആലിക്കുട്ടി മുസ്ലിയാരുടെ സഹപ്രവർത്തകനാണ്. ആ ആലിക്കുട്ടി മുസ്ലിയാർ എന്ന സ്വന്തം പ്രസ്ഥാനത്തിലെ സെക്രട്ടറിയുടെ പേരിൽ സ്വന്തം നേതൃത്വം കൊടുക്കുന്ന ചന്ദ്രികയിൽ അനുമതിയില്ലാതെ കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ടും ലേഖനം. എന്നിട്ട് അതൊക്കെ പാടെ വല്യടങ്ങാറായി. എന്നിട്ട് ഇങ്ങനെ ഈ വളഞ്ഞിയിൽ കുടുങ്ങിയ ഈച്ചന്റെ മാതിരി ഇങ്ങനെ മൊറലാണ് അമ്പലക്കടവ്. സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ വിഷയമായപ്പോ അമ്പലക്കടവിന്റെ ഒരു ന്യായീകരണം കേട്ടോളൂ. ഞമ്മക്ക് ഓരോ തമാശ കിട്ടണ കോലം നോക്കി നിങ്ങളെ. അതറി അങ്ങനെ സോഷ്യൽ മീഡിയ പല ദുഷ്പ്രചരണം നടക്കും. സോഷ്യൽ മീഡിയയിൽ എപി ഉസ്താദിനെ പറ്റിയാണെങ്കിൽ മുസാഹിബിൽ വന്ന മാതിരിയാ, ഓനെ പറ്റിയാണെങ്കിൽ ദുഷ്പ്രചരണ. എന്താ മനുഷ്യന്മാരെ നിങ്ങളെപ്പോലെ എല്ലാരും മൂക്ക് കീഴ്പെട്ട തന്നെയാ. ആലിക്കുട്ടി ഉസ്താദ് സമസ്ത കേരള ജംഇയ്യത്തുൽ ലെറ്റർ പേരിൽ ഈ കത്ത് സ്വന്തം കൈപ്പടയിൽ എഴുതിയിട്ട് അവിസ്താദിന്റെ കൈപ്പട അറിയാം. കോഴിക്കോട് സമസ്തയുടെ ഓഫീസിലേക്കും ചേളാരി ഓഫീസിലേക്കും അതിന് അയച്ചു കൊടുത്തു ഇമെയില്. എന്നിട്ട് നേരിട്ട് ചന്ദ്രികയില് കോഴിക്കോട് ഓഫീസിൽ നിന്ന് സ്റ്റാഫ് എഡിറ്ററെ കയ്യിൽ ഈ കത്ത് ഇന്ന് ഉച്ചക്ക് 3 മണിക്ക് കൊണ്ടു കൊടുത്തിട്ടുണ്ട്. എന്താ ഇതൊക്കെ പറഞ്ഞാല് മൂല്യന്മാരുടെ ഗതികേടൊക്കെ നിങ്ങള് എത്താ പറഞ്ഞു കാട്ടുന്ന സഹിക്കന്നെ. അട്ടിപ്പാത്രം അവിടുന്ന വരണ്ടേ? ലെറ്റർപേഡ് അങ്ങനല്ല ഇങ്ങനല്ല എന്ന് പറഞ്ഞാല് ഒക്കെ ഈ ബാലിശമായ വാദമാണ്, കുട്ടികളെ വാദമാണ്. അല്ലെങ്കിൽ ആലിക്കുട്ടി വിളിച്ചു ചോദിച്ചാൽ പറയുന്നത് ലെറ്റർപേഡ് മാറ്റി എഴുതിനോ? അതൊന്നും വേണ്ട. നേതാവാണെങ്കിൽ തിരുത്താണ് കൊടുത്താൽ പിറ്റേതാണ് വരും. പല ജനസംഘത്തുള്ളത്. പിന്നെ ചന്ദ്ര കിട്ടിയില്ല ഞാൻ പറഞ്ഞല്ലോ, ചന്ദ്ര കയ്യോടെ കൊണ്ടുകൊടുത്തേക്കണം. കിട്ടിയിട്ടില്ലാതെ പറ്റില്ല. കാരണം മെയിൽ പ്രിന്റ് എടുത്തിട്ട് ഓഫീസിൽ നിന്ന് ഒരു സ്റ്റാഫ് ഔദ്യോഗികമായിട്ട് നേരിട്ട് ഇനി അങ്ങനെ കിട്ടില്ല എന്ന് പറയേണ്ട ആൾക്ക് കയ്യിൽ കൊണ്ടുകൊടുത്തേക്കാണ്. നിക്കാതെ നടത്തുന്ന മാതിരിയാ കൊണ്ടേ കൊടുത്തു. ആലിക്കുട്ടി മുസ്ലിയാരെ തിരിച്ചു ചന്ദ്രിയക്കാരൻ എന്ത് ചെയ്തു? നേരെ അപ്പുറത്തുണ്ട് ചവറ്റ് കൊട്ടായി കണ്ടു. ലേഖനാണ് പ്രസിദ്ധീകരിച്ച് മുജാഹിദിനെ ഉഷാറാക്കിയാണ്ട് കൊടുത്ത തിരുത്തം ചെയ്തു. അപ്പുറത്തുള്ള എട്ടഭാഗത്തെ കൊട്ടി കണ്ടിട്ട്. കാരണം അത് കൊട്ടിയിലിടാൻ വേണ്ടുള്ളൂ എന്ന് ഓൽക്ക് തോന്നി. അതന്നെ. പിന്നത്തെ മൂന്നാമത്തെ പ്രശ്നം പറഞ്ഞത് പിന്നെ ഈ ലേഖനം ആലിക്കുട്ടി ഉസ്താദ് തന്നെ എഴുതി നോക്കി ആക്കിയതാണ്. ചന്ദ്രികയിൽ നിന്ന് ഇങ്ങനെ ലേഖനം കൊടുക്കട്ടെ എന്ന് ഉസ്താദിനോട് ചോദിച്ചതാണ്. ഉസ്താദ് നോക്കാൻ വേണ്ടി നോക്കണമെന്നു കൊടുത്തു. ഉസ്താദ് നോക്കി. പുറത്ത് റഷീദ് ഹൈസ് നാട്ടുകളിൽ നോക്കിയിട്ട് ഒരു നിരക്കും കൊടുക്കാൻ പറ്റാത്ത ലേഖനമാണെന്ന് അറിയിച്ചു. അപ്പൊ ഞാൻ പരിഷ്കരിച്ച് മാറ്റി വെച്ചോ, ഇതിന് വേണ്ട കറക്ഷൻ വരുത്തു. ആ പട്ടിക്കാട് സമ്മേളന തിരക്കിലായതുകൊണ്ട് ഇപ്പൊ പറ്റൂല, സമ്മേളനം കഴിയട്ടെ എന്ന് പറഞ്ഞു. അത് വീണ്ടും വിളിച്ചു. എങ്ങനെയാലും ഇപ്പൊ ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞു. എന്നിട്ടും അവർ കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടും അത് അതിലംഘിച്ചുകൊണ്ട് കൊടുത്തു എന്ന് ഉസ്താദ് എന്നോട് നേരിൽ പറഞ്ഞതാണ്. നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ചന്ദ്രികക്കാരൻ നിങ്ങളെ എഴുത്ത് വല്ല പുതുമയാകണ്ടേ? നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ ഒരു പ്രസ്ഥാനത്തിന്റെ ഗതികേട്. നിങ്ങൾ പാർട്ടി ഓതി കൊടുക്കാൻ വേണ്ടുള്ളൂ. മോലേരെ ഓതിക്കാണെങ്കിൽ പാർട്ടിയാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അതിനെ നിങ്ങളുള്ളൂ വൈകി. അങ്ങോട്ടാണ് പറഞ്ഞ ഇറങ്ങിയാണ് പോകേണ്ടി വരും. മനസ്സിലായില്ലേ? അപ്പൊ ഈ ഒരു അസ്തിത്വം എങ്ങനെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു? കാന്തപുരം ഉസ്താദും എപി ഉസ്താദും ഒന്നിച്ചു നടത്തിയ നവോത്ഥാനത്തിന് അന്ന് കൂടെ നിന്ന് ഈ ആദർശത്തെ വെളുപ്പിച്ചെടുത്തിരുന്നുവെങ്കിൽ, മുസ്ലിം ലീഗിനെ സമുദ്ധരിച്ചെടുത്തിരുന്നുവെങ്കിൽ ഇന്നത്തെ കേരളത്തിന്റെ സ്ഥിതി എന്താ? അള്ളാഹു ആദർശപ്പൊരുത്തമുള്ള ആത്മാർത്ഥതയുള്ള ഉലമാക്കൾ ഐക്യപ്പെടുത്തട്ടെ, സാദാത്തുക്കൾ ഐക്യപ്പെടുത്തട്ടെ. സുഹൃത്തുക്കളെ നിങ്ങൾ നോക്ക്. എന്നിട്ട് എന്താണ് ഇവിടെ ഇപ്പോ കേരളത്തിലെ 140 MLA-മാരിൽ ഒരു 3-4 മന്ദബുദ്ധികളുണ്ട്. ഓല വിഷയപന്തരങ്ങള്, ഓല വിഷയം റോഡോ പാലോ തോടോ ഒന്നുമല്ല, കാന്തപുരത്തെ മൂല്യരാണ്. മനുഷ്യന്മാരെ ഒരു ഇലക്ഷനിൽ കാന്തപുരം ഉസ്താദിന് പറ്റിയവർക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞൂടെ? കാരണം നിങ്ങൾ ചെലവിലല്ലല്ലോ ഞങ്ങൾ റേഷൻ വാങ്ങണത്. ഇവിടെ ഏതൊക്കെ രാഷ്ട്രീയ പ്രസ്ഥാനം, ഏതൊക്കെ സാമുദായിക സംഘടനകൾ, മതസംഘടനകൾ അവരുടെ നിലപാടിന്റെ കൂടെ ഒരു പോകുന്നുണ്ട്. അതിന് ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇങ്ങനെ കാളവണ്ടി എടുത്ത് നടക്കലാ, തോൽപ്പിച്ചാൽ നടന്നോലെ പിന്നാലെ. ഇതാണോ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ?
ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഇലക്ഷനിൽ തനിക്ക് പ്രതിപക്ഷമുണ്ടാകും. ഒരു മണ്ഡലത്തിൽ നിന്ന് താൻ MLA ആയി തെരഞ്ഞെടുത്താൽ താൻ ചെയ്യുന്നൊരു പ്രതിജ്ഞയുണ്ട്, ജനങ്ങളുടെ പ്രതിനിധിയാണ്. അതാണ് ജനാധിപത്യം, അതാണ് ലീഡർഷിപ്പ്, അതാണ് പോളിറ്റിക്സ്. അവിടെയാണ് ഒരു പൊതുപ്രവർത്തകൻ നിൽക്കേണ്ടത്. ഒരു 3-4 MLA-മാർക്കുള്ള പണിപ്പെന്താ നിങ്ങള്? ഈ മണ്ണാറക്കാട് അങ്ങനെ തോറ്റ്, കാസർഗോഡ് ഇങ്ങനെ ഒരു ഓട്ടോറിക്ഷ ഉണ്ട്. ഞാൻ ഇയാൾ ഒരുപാട് പുസ്തകം കേട്ടു, ഒരു 10-20 മിനിറ്റ് ഒന്നെന്നെയാ പറയുന്നത്. കാസർഗോഡ് ഒരു ഓട്ടോറിക്ഷ ഉള്ള വർത്താനാണോ ഉണ്ടെങ്കിൽ അതൊന്ന് എല്ലായിടത്തും പറയലുണ്ട്. മണ്ണാറക്കാട് ഇയാൾ ജയിച്ചിന്റെ പേരില് കാസർഗോഡ് ഒരു പോയത്തക്കാരോ ഓന്റെ ഓട്ടോറിക്ഷ എന്ത് ചെയ്തോലോ മണ്ണാറക്കാട് എന്ന് പേരിട്ടോലോ. അതെന്തിനാന്ന് ചോദിച്ചപ്പോ കുട്ടി പറയാത്തരെ, മുന്നിലൊരു ഏപ്പിക്കാരുണ്ട്, ഓനിത് കണ്ടാ ഭയങ്കര പിരാന്താണ്, അതിനാണ്. അതിന് ചങ്ങായിമാരെ ഞങ്ങൾക്ക് മണ്ണാർക്കാട് മാത്രമല്ല കൊടുവള്ളി തോന്നി എത്തന്നെ ഇതാണ്ട് ചാക്കുപോടും ബാക്കിൽ. അപ്പൊ നിങ്ങൾക്കും വരൂല ദേഷ്യം. അപ്പൊ മൂപ്പര ഓട്ടോറിക്ഷന്റെ കഥ അറിയണോട്ടോ നോക്കിങ്ങള്. ഞാൻ കാസർഗോഡ് പോയപ്പോ അവിടെ ഒരു ഓട്ടോറിക്ഷ ഓടുക, ഓട്ടോറിക്ഷന്റെ പേര് മണ്ണാർക്കാട്. അവിടെ ഒരുപാട് ഓട്ടോറിക്ഷ ഉണ്ട്, അതിനൊക്കെ ഓരോ പേരുണ്ട്. ഇയാൾ അതൊക്കെ ഇറക്കാനാണ് MLA ആയത്. അപ്പൊ ഞാനിത് ഓടിക്കാൻ കുട്ടനോട് ചോദിച്ചല്ല എനിക്കാരാ മണ്ണാർക്കാടില്ലേ നോക്കി. ഇയാള് കാസർഗോട്ട് കൂടെ പോകുമ്പോ റോട്ടുമക്കാരനോ ഓട്ടോറിക്ഷക്കാരനോടൊക്കെ എന്തിനാച്ച് പൂമോളെന്ന് പേരിട്ട്, എന്തിനാച്ച് മണ്ണാർക്കാട് എന്ന് പേരിട്ട്, എന്തിനാച്ച് കുഞ്ഞാപ്പൂന്ന് പേരിട്ട്, ഇതും ചോദിച്ചടക്കണ ഒരു MLA മന്നബുദ്ധി എന്നല്ലാതെ മലയാളത്തിൽ എന്താ പറയാ? ഒന്ന് ആലോചിച്ചോക്കാ നിങ്ങൾ. എന്തിനാ ചെങ്ങായിമാരെ, ഞങ്ങൾക്കേ മാണെങ്കിൽ രാഷ്ട്രീയം അറിയില്ല, മനസ്സിലായില്ലേ? ഞങ്ങൾ ഈ തലീക്കത്തിന്റെ ഒരു മട്ടുണ്ട്, അതവിടെ നിന്നോട്ടെ എന്നാ പറയാനുള്ളത്. അപ്പൊ ഇരിക്കട്ടെ സൗകര്യം, ഞങ്ങൾ ഏർപ്പാടുണ്ട്, അവിടെ വിട്ടോളിങ്ങള്, നിങ്ങൾ ഏർപ്പാട് വിട്ടോളി. എന്തെങ്കിലും ഒരു പൈസ നമുക്ക് ചെയ്യണമെങ്കിൽ ഇലക്ഷൻ വരുമ്പോ നോക്കാം, അല്ലാതെ ഇങ്ങനെ ഈ ചക്കോളത്തി പോരേറ്റ് അടക്കാനായിരിക്കാം. രാഷ്ട്രീയത്തിനൊരു സൗന്ദര്യല്ലേ? അങ്ങനെയാണല്ലോ. ഇവിടെ നിങ്ങൾ ജീവിക്കുമ്പോ തിരൂരിന്നോ മണ്ണാർക്കാടെന്നൊക്കെ പേരിടുമ്പോ എന്തെങ്കിലും ഒരു ബന്ധമുള്ളവരുണ്ടോ? അങ്ങനെ നാട് മാറി താമസിക്കുന്നവരുണ്ടോ? എന്തെങ്കിലും അങ്ങനെ ഉണ്ടോ? മണ്ണാർക്കാടും ബാപ്പേ, വെല്ലിപ്പേ, ഉമ്മ, വെല്ലിമ്മ ആരെങ്കിലും ഉണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഒരു MLA റോട്ടുമ്പോ കൂടെ പോകുമ്പോ എന്തൊക്കെ ഇയാൾ ചോദിച്ചന്വേഷിക്കണ്ടേ? ആടാ എന്റെ ഉമ്മ മണ്ണാർക്കാടാ, എന്റെ വാപ്പ മണ്ണാർക്കാടാ, എന്റെ തറവാട് എവിടെയാ എന്നെ പെറ്റ്, എത്രയാണ്ട് ജനന തീയതി, എത്താപ്പതിന്റെ കഥങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എന്നിട്ട് ആ കുട്ടി പറഞ്ഞത് എന്താണോലോ, എന്റെ പേരിന്റെ മുന്നിൽ ഒരു ഏപ്പിക്കാരുണ്ട്, ഏപ്പിക്കാർക്കൊക്കെ ഇപ്പൊ മണ്ണാർക്കാട് എന്ന് കേട്ടാ വലിയ പ്രശ്നമാണ്. ഞാൻ മിഞ്ഞാന്നും മണ്ണാർക്കാട് പോയിക്കണേ, നമുക്ക് നിർത്താം മണ്ണാർക്കാടിനോട് പ്രശ്നം. എന്താ ഇതിന് പറയാൻ? ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ ഒരു ഇലക്ഷനിൽ നമ്മൾ ആഗ്രഹിച്ച ഒരു സ്ഥാനാർത്ഥി ജയിക്കുകയോ നമ്മൾ ആഗ്രഹിക്കാത്തൊരു സ്ഥാനാർത്ഥി ജയിച്ചാൽ പിന്നെ ആ നാട് വെക്കുമ്പോ അങ്ങനെ നെറ്റുവിളിച്ചല്ല. എന്നാ പിന്നെ കൊടുവള്ളിയിൽ എഴുതുമ്പോ നോക്കും മണ്ടടങ്ങേറ്. ഞങ്ങൾക്കൊരു മണ്ണാർക്കാടല്ലേ ഇപ്പൊ നിങ്ങൾക്ക് എഴുതാനുള്ളൂ, എന്നാൽ ഞങ്ങൾ എത്രനെ എഴുതണം? പാണക്കാട്ട തങ്ങൾ എത്രയാ കുടുംബയോഗം വിളിച്ചു പാത്തി ഓതിയ കൊടുവള്ളിയിൽ നിങ്ങൾക്ക് കേൾക്കണം. ഞങ്ങള് കാരാട്രസാക്കിനെയും KT ജലീലിനെയൊക്കെ ജയിപ്പിച്ചെന്ന് പറഞ്ഞാൽ അതിന്റെ കനം ചെറുതല്ല. എന്താ നിങ്ങള് മുസ്ലിം ലീഗിൽ നിന്ന് പുറത്താക്കപ്പെട്ടോലെന്ന് മാത്രമല്ല, പാണക്കാട്ടത്തങ്ങളെ കുരുത്തക്കേട് വാങ്ങിയ KT ജലീൽ ഇന്ന് 5 പകരമുള്ള ഏക മന്ത്രിയാണ്. ആ പാണക്കാട്ടത്തെ കുരുത്തക്കേട് കാന്തപുരത്തിന്റെ കുരുത്തം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തതാണ്. ആരെങ്ങൾക്ക് ഇതൊക്കെ ഞങ്ങളെ കൊണ്ട് പറയിപ്പിച്ചോ? നിങ്ങളൊന്ന് ആലോചിച്ചു. അപ്പൊ സഹോദരന്മാരെ നിങ്ങൾ ആലോചിച്ചു നോക്കി. അപ്പൊ അതിന് പകരം താനൂര് കൊടുവള്ളി എന്നോട് എഴുതിയാ പോരെ? എന്നിട്ട് നമ്മളെ പൈസമൂല്യരെ ഏതാ സാധനം എനിക്കറിയില്ല. ഞാൻ അയാളെ പ്രസംഗവും കാട്ടിക്കൂട്ടലൊക്കെ അങ്ങനെ കണ്ടിട്ട് ചെറിയ പേരല്ലാതെ എന്താ കാട്ടുക? ഇയാള് പറയാണ് ശംസൂനെ നമ്മള് മുമ്പ് നോക്കി ഇവിടെ ഒന്ന് കൊണ്ടുവരണം എന്ന് ആഗ്രഹിച്ചതാ. പണക്കാട്ടത്തങ്ങളെ പറ്റിയാണെങ്കിൽ ഒരു രസം തന്നെ. ശംസൂനെ നമ്മൾ മുമ്പേ കൊണ്ടുവരാൻ ആഗ്രഹിച്ചതാ. അന്നൊരു മുസ്ലിം ലീഗിന്റെ പരിപാടി ഒന്നും കിട്ടാത്തതുകൊണ്ട് പള്ളിയുൽക്കാലത്തിനാണ് കൊണ്ടുവന്നത്. ഒരാഴ്ച ഇമാമത്തോട് എത്തിക്കണേ. എന്താ കാറ്റവും 4 മൂല്യന്മാര് നിൽക്കുന്നിടത്ത് നിൽക്കണ്ടേ? മൂപ്പര് പറയുന്ന ആവേശം നോക്കുന്നത്. നമ്മള് സംസാരിക്കുന്നത് നമ്മളെ പ്രിയപ്പെട്ട ഇതാണ് ആ ആള്. നിങ്ങൾ ഇതുവരെ കേട്ടപ്പോ ഇപ്പൊ മനസ്സിലായില്ലേ? സാഹിബാണ്. നമുക്ക് വരൂലേ എന്നുള്ള സംശയത്തിൽ എങ്ങനെ എല്ലാവരും നിൽക്കുകയാണ്. യാസീൻ ഓതി കുത്തിരിക്ക ഇനി സംശയത്തെ വരാന്നാലോ. എന്റെ മൂലയാരെ ഒരു കരിക്കട്ട എടുക്കുക, വെളുത്ത കുമ്മായം തേച്ച ചുമര ചാരി നിന്നിട്ട് വരക്കുക, എന്നിട്ട് തിരിഞ്ഞെന്നാ കാണാൻ നിങ്ങളെ വലിപ്പത്തിലുണ്ട്. സാഹിബിനെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നേരത്തെ തന്നെ
ഒരാവേശമായതുകൊണ്ട് 140 നിയമസഭയിലെ MLA-മാരിൽ ഇയാൾക്ക് ഇത് എത്ര കൊമ്പുള്ളത്? നിങ്ങൾക്ക് ഉണ്ടാണ് രണ്ടിന്റെ പുറമെ വേറെ എത്രയുള്ളത്? നമ്മളെ മുസ്ലിം ലീഗിന്റെ സമ്മേളനമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒരു 6 മാസം മുമ്പ് കുന്നമ്പുറം പള്ളി ഉദ്ഘാടനത്തിന് വേണ്ടി ക്ഷണിച്ചിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ലീഗിന്റെ ഒരു സമ്മേളനമല്ലായിട്ട് ഈ സങ്കടം ഒന്ന് തീർത്ത് കിട്ടണ്ടേ? അപ്പോ ബാപ്പ മരിച്ച സങ്കടം ഉമ്മ മരിച്ചപ്പോൾ തീർന്നു തരണ കോലത്തിലാ. ഇതേ ബാപ്പ വെള്ളം കിട്ടാതെയാ മരിച്ചേ, ഉമ്മ കുളത്തിൽ മുങ്ങിയാ മരിച്ചേ. പോയത്തക്കാരൻ പറഞ്ഞു ബാപ്പാക്ക് ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലോ ഈ ഉമ്മ മരിച്ചപ്പോ ആ സങ്കടം തീർന്നിട്ടോ എന്ന മാതിരി ലീഗിന്റെ പരിപാടിക്ക് വിളിച്ചാൻ കൂടായിട്ട് പള്ളിക്കൊക്കെയാണ് വിളിച്ചു. ഇമാമത്തെ നിർത്തിക്കൂടനേക്ക് ഒരാഴ്ച. എന്തൊരു കഷ്ടകാലം പഠിച്ചവനെ. ഇതൊക്കെ അള്ളൊരു ഇജ്ജത്ത് കൊടുക്കട്ടെ, ഇഖ്ലാസ് കൊടുക്കട്ടെ, കുറച്ചൊക്കെ തലച്ചോറ് അന്ന് ഏറ്റി കൊടുക്കട്ടെ. ഞങ്ങൾക്ക് പത്രിക തോർക്കാൻ കഴിയുള്ളൂ. അല്ലാതെ എന്താ നിങ്ങളെയൊക്കെ ഞങ്ങൾ കാട്ടുക? എന്താ നിങ്ങളോടൊക്കെ ഞങ്ങൾ പറയും? നിങ്ങൾ ആലോചിച്ച് നോക്കി നമ്മളെ ആയുസ് പോണ കോലം. അള്ളാഹു ഈ ഫിത്തിനീന്ന് നമ്മളെയൊക്കെ കാക്കട്ടെ. അപ്പൊ നോക്കിങ്ങള്. എന്നിട്ടിപ്പോ ശംസുദ്ദീൻ ഇവിടെ പറയാണ്, അവിടെ ഇപ്പൊ നമ്മളെ വർത്താനുള്ളത് ശരീഅത്ത് വിഷയത്തിൽ പാണക്കാട്ടത്തങ്ങള് മോഡിനെ ശരിയാക്കാൻ വേണ്ടി യോഗം വിളിച്ചെന്ന ഇവിടെ മലപ്പുറത്തും കോഴിക്കോട്ടുള്ള 4 MLA-മാരെ കൊണ്ട് നിങ്ങളിപ്പോ മോഡിനെ ഊടിപ്പറപ്പിച്ച എവിടെ എത്തുന്നു ഞങ്ങൾക്കറിയില്ലേ? ഇതിപ്പോ തൃശ്ശൂര് വിട്ട അങ്ങോട്ടുമില്ല, കണ്ണൂര് വിട്ട അങ്ങോട്ടുമില്ല, അതിന്റെ അടിയിലുള്ള കളിയാ. ഈ കളിയോണ്ടിപ്പോ ലോക്സഭയിൽ ഭൂരിപക്ഷമുള്ള മോഡിനെ മുമ്പിലും ദത്ത് കാട്ടാനാ. അപ്പൊ ഇരിക്കട്ടെ, അങ്ങനെ പാണക്കാട്ട് തങ്ങൾ വിളിച്ചു, ഞമ്മള് വന്നില്ലാന്നാ. ഞമ്മള് വരാത്ത വിഷയം ഞാൻ മൂപ്പർക്കും പറയണം. ഇപ്പോ നരേന്ദ്രമോദിയുടെ ഇന്ത്യയിൽ മതേതര വിശ്വാസികൾ ഒരുപാട് ഭീഷണി നേരിടുന്നുണ്ട്. അവസാനം ഈ നോട്ടിന്റെ തൊട്ട് മുമ്പ് എന്താ വന്നത്? ഏക സിവിൽ കോഡ്. പഴകിപ്പൊളിച്ച ആശയമാണ്. പലരും വേണ്ടാന്ന് വെച്ചതാ. ഇതിലും വലിയ ആളുകൾ സിവിൽ കോഡ് ഒന്നിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചതാണ്. നമ്മളെല്ലാരും വിളിച്ചു. ലീഗ് എന്താ ചെയ്തത്? ലീഗ് അതിനെ ശക്തമായി പാർലമെന്റിൽ എതിർത്തു. പുറത്ത് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു. എല്ലാ മുസ്ലിം സംഘടനകളും വിളിച്ചു. ഇപ്പൊ നിങ്ങൾക്ക് അധികാരമല്ല. അപ്പൊ നിങ്ങൾക്ക് എല്ലാരെ പറ്റി ഓർമ്മ ഉണ്ടാവും. എല്ലാവർക്കും കത്ത് കൊടുത്തു. എല്ലാരും വന്നു. നമ്മൾ എങ്ങനെയൊക്കെ നീങ്ങണം എന്ന കാര്യം ആലോചിച്ചു. എങ്ങനെ ഞങ്ങൾ ആലോചിച്ചേ? മുജാഹിദിനെ കേസ് കൊടുക്കാനും വിട്ടു, ചേളാരി സമസ്തക്കാരെ കേസിനെതിരെ പറയാനും വിട്ടു. അങ്ങനെയാ യോഗം കഴിഞ്ഞാണ്ട് പുറത്തിറങ്ങിയപ്പോ 440 വൈക്കാൻ അല്ലേ? കൂട്ടരൊഴികെ ഓൽക്ക് വരാൻ പറ്റില്ല. ഞങ്ങൾക്ക് അങ്ങനെയൊന്നും പറ്റൂല. വരണ്ട, അവിടെ തന്നെ നോളി. അല്ല, നിങ്ങൾ വരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളോട് വരുമോ? ഞങ്ങൾ ആൽച്ചോറുണ്ടല്ലേ വരിക. നിങ്ങൾ അങ്ങനെ ഒറ്റപ്പെടും. നിങ്ങൾ അങ്ങോട്ട് ഒറ്റപ്പെടുത്തിയാലേ നിങ്ങൾക്കൊരു കാര്യം കേൾക്കണോ? കാന്തപുരം ഉസ്താദും താജുല്ലുലമയും എറണാകുളത്ത് സംഘടിപ്പിച്ച സുന്നി യുവജന സംഘത്തിന്റെ ചരിത്രപ്രസിദ്ധമായ സമ്മേളനത്തെ ഒറ്റപ്പെടുത്താൻ നടത്തിയ ബീവിയുടെയും തങ്ങളുടെയും പ്രസിദ്ധമായ പ്രസ്താവനകളെ അതിജീവിച്ച് ഈ രാജ്യത്ത് വിപ്ലവത്തിന്റെ നൗകയെ മുന്നോട്ട് നയിച്ച നേതൃത്വമാണ് സുൽത്താനുലുലമ കാന്തപുരം എത്തിയ മോഹനം മുസ്ലിയാരെ. അന്ന് ഞങ്ങളൊരു യൂണിറ്റിൽ ഒന്നേ ഉള്ളൂ. ഇപ്പൊ ഞങ്ങളെ പേരക്കുട്ടികളെ ഒപ്പണ്ടേ? ഇതിലേ ആരെയപ്പ ഈ പേടിപ്പിച്ചത്? ഇനി വരാതെ എന്നിട്ട് ഇവർ ചെയ്തൊരു ഒരു വികൃതിയുണ്ട്. പറഞ്ഞു നമ്മളെ കൂട്ടത്തിലേക്ക് വന്നില്ല. എന്നിട്ട് ഓരോറ്റക്കണ്ട് നടത്തി. അയ്മാണ്ടുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളെ ഊരിയും കയ്യും കാലും ഉണ്ട്. പിന്നെന്തിനാ ഞങ്ങളീമ ചാരും റാലി ശരീഅത്ത് റാലി നടത്തി ഒരു സ്വാമിനെ പ്രസംഗിക്കാനും വിളിച്ചു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മളെവിടെയും ശരീഅത്ത് റാലി നടത്തി. ഇയാളൊരു പത്രവും വായിക്കുന്നില്ലല്ലോ വർഷമേ. ചന്ദ്രിക മാത്രം വായിക്കുന്നത്. കേരള നിയമസഭയിലെ ഒരു എംഎൽഎന്റെ റേഞ്ചാ. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി. ഞങ്ങൾ ശരീഅത്ത് സംരക്ഷിക്കാൻ ഒരു റാലി അടുത്ത കാലത്ത് എവിടെയും നടത്തിയിട്ടില്ല. ഇത് ഞങ്ങൾ ഇല്ലാത്ത പറയും. ഇനി സ്വാമി വന്നത് ശരീഅത്ത് സംരക്ഷണ പരിപാടിയിലും അല്ല, അത് വേറൊരു പരിപാടി. ഞാൻ നിങ്ങൾക്ക് തിരിയില്ല മാറ്റേ. നിങ്ങളെങ്ങനെയാ വക്കീലായതെന്ന് ഞമ്മക്ക് പിടുത്തം കിട്ടുന്നില്ല. സ്വാമി പ്രസംഗിക്കാൻ വന്നു. സ്വാമി ഗംഭീരായിട്ട്. കാരണം ശരീഅത്ത് റാലിയല്ലേ. ശരീഅത്ത് റാലിക്ക് ഞങ്ങൾ സ്വാമിനെയല്ല വിളിച്ച. ഏക സിവിൽ കോഡല്ലേ. ഇവിടെ ഒരു ഏക സിവിൽ കോഡ് വേണ്ട, രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ പീഡിപ്പിക്കേണ്ട ഒരു സ്വാമി അങ്ങനെ പറയാന്ന് പറഞ്ഞാൽ നല്ല കാര്യം. നിങ്ങൾ അതിന് വേദി കൊടുത്താലും ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഞങ്ങളെ അതിന് വേദി കൊടുത്തിട്ടുള്ളൂ അല്ലേ? ഇവിടെ ശരീഅത്ത് വിവാദവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ വന്നപ്പോ കാന്തപുരം ഉസ്താദ് ശരീഅത്ത് സംരക്ഷണ സമ്മേളനം വെച്ചു. എവിടെ? എറണാകുളത്തെ. അത് ശരീഅത്ത് സംരക്ഷണ പരിപാടിയാണ്. ആ പരിപാടിയിലേക്ക് ദക്ഷിണ കേരള ജംഇയ്യത്തുൽ വിളിച്ചു, സമസ്ഥാന കേരള ജംഇയ്യത്തുൽ വിളിച്ചു, ചേളാരി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സമസ്തയെ വിളിച്ചു.
എല്ലാവരെയും ശരീഅത്ത് സംരക്ഷണത്തിന് കാന്തപുരം ഉസ്താദ് വിളിച്ചു. അവരുടെ വീട് പടിക്കൽ ചെന്ന് വിളിച്ചു. എന്തുകൊണ്ട്? മുത്തലാഖിൽ നമുക്കൊരേ അഭിപ്രായമാണ്, ശരീഅത്തിൽ ഒരേ അഭിപ്രായമാണ്, തൗഹീദിൽ ഒരേ അഭിപ്രായമാണ്. നമുക്കിടയിലുള്ള സംഘടനാ വ്യത്യാസങ്ങൾ വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റിയതാണ്. ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ തലയെടുപ്പുള്ള പണ്ഡിതന്മാർ അതിലേക്ക് വന്നു. സമസ്ഥാന കേരള ജംഇയ്യത്തുൽ ഉലമയുടെ തലയെടുപ്പുള്ള പണ്ഡിതന്മാർ വന്നു. പക്ഷേ കോഴിക്കോട് ബിരിയാണി കമ്മിറ്റിയിൽ മുജാഹിദിന്റെ കൂടെ ബിരിയാണിയും കൈ ചേമ്പക്കെട്ടു വേമ്പക്കം വിട്ടുപോയ ചേളാരി സമസ്തക്കാർ മുജാഹിദിന്റെ കൂടെ കൂടിയിട്ടും ആദർശപ്പൊരുത്തമുള്ള നമ്മുടെ പരിപാടിക്ക് വന്നില്ല. അവരുടെ പരിപാടിക്ക് നമ്മൾ ക്ഷണിച്ചതുമില്ല. അതങ്ങനെ കഴിഞ്ഞു. അതോടൊപ്പം ഈ രാജ്യത്തെ ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ട് ബഹുസ്വരതയെ തകർക്കുന്ന ഒരു സംവിധാനത്തെ പ്രതിരോധിക്കാൻ കോഴിക്കോട് നമ്മൾ ബഹുസ്വര സമ്മേളനം നടത്തിയ SOS-ന്റെ നേതൃത്വത്തിൽ. അതിനെയാണ് നമ്മളെ വക്കീൽ ശരീഅത്ത് റാലി എന്നത്. പത്രം വായിച്ച് നിന്റെ കോലം നോക്കി അങ്ങോട്ട് പഴുത് ചേളാരി മൂല്യന്മാർ വണ്ടി എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ പറയാം. ഇയാളൊക്കെ ഇതിനെ പറ്റിയൊന്നൊരു ലോകമല്ല. ചന്ദ്രിക മാത്രം വായിച്ചാൽ എങ്ങനെ അത് കിട്ടും? നിങ്ങൾ ആ മനോരമയിലും വായിക്കണം മാഷേ. നിങ്ങളൊരു MLA ആണ്, ഞങ്ങളൊക്കെ കേരളക്കാരാന്നേ പറയാനുള്ളൂ. അപ്പൊ ഞങ്ങളെ നാണം കെടുത്തരുത്. ഏതായാലും നിങ്ങൾ ജയിച്ചില്ലേ. ഇന്ത്യയുടെ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ അതിന് അതിന്റേതായ ഗുണവും ദോഷമൊക്കെ ഉണ്ടാവും മനുഷ്യന്മാരുണ്ടാക്കുമ്പോ, അല്ലേ? അതിപ്പോ അങ്ങനെയല്ലേ? തുണി എടുക്കാത്ത ഒരാളുണ്ടായിരുന്നു നമ്മളെ നാട്ടിൽ. തുണി എടുക്കുന്ന ഒരാളുണ്ട്, രണ്ടാളും പാടെ മത്സരിച്ചു. നാട്ടുകാർ വോട്ട് ചെയ്തത് ഉടുക്കാത്തവനാണ്, ഓനാണ് ജയിച്ചു. ഇപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നിടത്ത് തുണി എടുക്കണം, അവിടത്ത് മറക്കണമെന്നൊന്നുമില്ല. അപ്പൊ ജനാധിപത്യത്തിൽ അങ്ങനെയാണ്. കട്ടകാലത്ത് നിങ്ങൾ ജയിച്ചിക്കണം, ഇനി നിങ്ങളെ സഹിക്കണം ഞങ്ങളെ. അപ്പൊ ഇരിക്കട്ടെ, എന്നാ ഞങ്ങൾ ഗുണദോഷിക്കണം നിങ്ങളോട്. ഒരു പത്രമൊക്കെ വായിക്കണം നിങ്ങളെന്നേ പറയാനുള്ളൂ. ഇരിക്കട്ടെ സഹോദരന്മാരെ, ഞങ്ങളെ വോട്ടിന് വിട്ടൂടെ നിങ്ങൾക്ക്. ഇനിയോ? അപ്പൊ ആ ബഹുസ്വര സമ്മേളനത്തിലേക്ക് ഈ രാജ്യത്തെ മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും അടക്കമുള്ള ഒരുപാട് ആളുകൾ വന്നു. ക്രൈസ്തവ സമൂഹം